ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് മുതൽ ഒരു ഒതന്റിക് ആയിട്ടുള്ള റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇടയ്ക്ക് പറയുന്ന ഒരു കോട്ട് ഉണ്ട്, സക്സസ് ഈസ് എ നോട്ട് ആക്സിഡന്റ്, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഹാർഡ് വർക്ക്. അപ്പൊ ഹാർഡ് വർക്കും സിസ്റ്റമാറ്റിക് ഹാർഡ് വർക്കും നമ്മളുടെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. സിസ്റ്റമാറ്റിക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ചിട്ട് കറക്റ്റ് വർക്ക് ചെയ്യാം. ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. നമ്മൾ കൊണ്ടുപോകുന്ന പാറ്റേൺ എന്ന് പറയാം, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ആണ് റിവിഷൻ ആയിട്ട് കൊണ്ടുവരുന്നത്. ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പറഞ്ഞു, നമുക്ക് ചാപ്റ്റേഴ്സുകൾ എടുക്കുന്ന സമയത്ത് അതിൽ ചോദിക്കുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഉള്ള ഒരു സ്റ്റഡിയാണ് ആദ്യം നമുക്ക് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അതിൽ ആദ്യം പറയുന്നത് നെയിമിംഗ് റിയാക്ഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ നെയിമിംഗ് റിയാക്ഷൻസ് 27. ആ 27 റിയാക്ഷൻസ് കറക്റ്റ് ഓർഡറിൽ ക്ലിയർ ചെയ്ത് കുറെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ഇവിടെ വന്ന് പറയും. ബാക്കി ആൾക്കാർക്ക് വിഷമിക്കണ്ട, എത്ര പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് പേര് എഴുതി വെക്കാം, ക്ലിയർ ആയിട്ട് എടുത്തു വെക്കാം അല്ലെ. വെറുതെ പറഞ്ഞു കുറച്ച് പഠിച്ചിട്ടുണ്ട്, പകുതിയായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഈ വീക്കിനുള്ളിൽ അത് പറഞ്ഞു കേൾപ്പിക്കണം. ഇനി ഈ വീക്കിനുള്ളിൽ പറഞ്ഞു കേൾപ്പിച്ചില്ലെങ്കിൽ പാരന്റ്സിനെയും വിളിക്കും, ഇന്റർവ്യൂവിൽ വിളിക്കും. ഈ വീക്കെൻഡിലാവുമ്പോൾ പിടിച്ചുകൂടെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ എക്സ്ക്യൂസ് ഒക്കെ പറയും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇത് എന്നുള്ള രീതിയിൽ. ഇനി അപ്പോൾ ഈ വീക്കില് പറഞ്ഞ് കേൾപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവും അല്ലെ, അടുത്ത വെനസ്ഡേ വരുമ്പോൾ എന്തെങ്കിലും വേറെ വേണം എന്നുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് മെക്കാനിസം എടുക്കും കേട്ടോ. ഓക്കെ, ഇന്ന് മെയിൻ ആയിട്ട് മെക്കാനിസം കൊടുക്കും. മെക്കാനിസം ഏതൊക്കെയായിരുന്നു മെക്കാനിസം ഉള്ളത്? ആദ്യം ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീനില് അതിൽ എന്തൊക്കെ ഉണ്ടാവും? SN1 ആൻഡ് SN2. പിന്നെന്തുണ്ട് അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു മെക്കാനിസം? അടുത്ത ചാപ്റ്റർ ഏതാ? ആൽക്കഹോൾ, ഫിനോൾ, ഈതർ. അതിലാണ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ 3 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് മെക്കാനിസം ആയിട്ട് ചോദിച്ചേക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അല്ലെ. ഞാൻ പറഞ്ഞു ഏതായിരുന്നു? പറഞ്ഞു ഈഥീൻ ടു എത്തനോൾ. എന്തായിരുന്നു? ഈഥീൻ ടു എത്തനോൾ. അതാണ് ടെക്സ്റ്റ് ബുക്കില് ഹെഡിങ് കിടക്കുന്നത്. എന്താ? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. അതിന് ഫസ്റ്റ് ഹെഡിങ് ഫ്രം ആൽക്കീൻ. ആൽക്കീനില് അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്യും, അപ്പൊ എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. അപ്പോ ആൽക്കീൻ ടു അല്ലെങ്കിൽ ഈഥീൻ ടു എത്തനോൾ, അതാണ് ഫസ്റ്റ് മെക്കാനിസം ആൽക്കഹോളിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് എന്താണ്? സെക്കൻഡ് നേരെ തിരിച്ച് എന്തായിരുന്നു? എത്തനോൾ ടു ഈഥീൻ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ് എത്തനോൾ ടു ഈഥീൻ. ദെൻ തേർഡ് മെക്കാനിസം എന്തായിരുന്നു? എത്തനോൾ ടു ഈതർ. ഈ 3 നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള മെക്കാനിസം ആയിട്ട് ആ ചാപ്റ്ററിൽ കിടക്കുന്നത്. ഒരെണ്ണം കൂടി ചാൻസ് ഉണ്ട്, അതേതാണ്? ഈതർ പ്ലസ് HI. ടെക്സ്റ്റ് ബുക്കിൽ ഒരു യെല്ലോ ബോർഡറിൽ കൊടുത്തേക്കുന്നതാണ്. അത് ചില സമയത്ത് മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോ അത് കൂടി എക്സ്ട്രാ, അത് പിന്നീട് പഠിച്ചാൽ മതി. ആദ്യത്തെ ലെവലിൽ പഠിക്കണ്ട, കാരണം ചാൻസ് കുറവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുള്ളൂ. അപ്പോ ആൽക്കഹോൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എത്രയായി? 3 + 1 എത്രയായി? ഇപ്പോ 4 മെക്കാനിസം ആയി. ദെൻ ഫിഫ്ത്ത് അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? ചാപ്റ്റർ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡില് ഏതായിരുന്നു? അഡിഷൻ, ന്യൂക്ലിയോഫിലിക് അഡിഷൻ എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ട്. ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഓർമ്മയുണ്ടോ? അതിന്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നുണ്ട്? സൈനോഹൈഡ്രിൻ, ഹെമി അസറ്റാൽ. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും ഒരു ചോദ്യം. മെക്കാനിസം ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ എത്രയായി? 5 ആയി. പിന്നെന്തായിരുന്നു നെക്സ്റ്റ്? അമീൻസിലെ മെക്കാനിസം ഉണ്ടോ? ഇല്ല, മെക്കാനിസം ഒന്നുമില്ല. അപ്പൊ 5 മെക്കാനിസം ആണ് നമുക്ക് ഡയറക്റ്റ് പോയിന്റ് ഓഫ് വ്യൂല് വരുന്ന മെക്കാനിസം ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ. അപ്പൊ 3 ചാപ്റ്ററിൽ നിന്ന് 5 മെക്കാനിസം. അത് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തരാം. നമ്മളൊക്കെ എഴുതിയൊക്കെ വെക്കും. അടുത്ത ക്ലാസ്സുകളിൽ വരുമ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ ഈ വീക്കില് മെയിൻ ആയിട്ട് 2 ആദ്യം എന്തായാലും തീർക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരെണ്ണം കൂടി നമുക്ക് അടുത്ത് വെക്കാൻ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് എത്രണ്ണം ഉണ്ട്? 7 എണ്ണമെങ്കിലും മിനിമം പറയേണ്ടി വരും. ഏത്? നിങ്ങൾക്ക് സ്കൂളിലെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടല്ല, ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനുള്ള ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ആണ്. കേട്ടോ? അപ്പോ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് എന്താ? ആദ്യത്തെ ചാപ്റ്റർ. എനിക്ക് ഓർഡറിൽ വേണം. ചാപ്റ്ററിന്റെ പേരെന്താ? ഹാലോ ആൽക്കീൻസ് അല്ലെ. ഹാലോ ആൽക്കീനില ഫസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് എന്തായിരുന്നു?
ലൂക്കാസ് ടെസ്റ്റ് കേട്ടോ. ആദ്യത്തെ ആ ലൂക്കാസ് ടെസ്റ്റ് എവിടെ കിടക്കണമെന്ന് അറിയൂ? ഫ്രം ആൽക്കഹോൾ. ഹെഡിങ് എവിടെ കിടക്കുന്നത്? ഫ്രം ആൽക്കഹോൾ. അവിടെയുണ്ട് ROH പ്ലസ് എന്തായിരുന്നു? ZnCl2 പ്ലസ് HCl അവിടെ കിടക്കുന്നുണ്ട്. പിന്നെയും കിടക്കുന്നുണ്ട്. എവിടെ കിടക്കുന്നുണ്ട്? ആൽക്കഹോളിലും കിടക്കുന്നുണ്ട്. ഇവ രണ്ട് സ്ഥലത്ത് കിടക്കുന്നതാണ് ലൂക്കാസ് ടെസ്റ്റ്. അപ്പൊ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്തൊക്കെയായിരിക്കും? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾ. സെക്കൻഡ് എന്തായിരുന്നു? അടുത്ത ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ആക്ച്വലി ഹാലോ ആൽക്കീൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിലും ഇത് തന്നെയാണ്. ഇനി ഡിസ്റ്റിംഗ്വിഷ് ടെസ്റ്റ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് രണ്ട് ചാപ്റ്റർ ആണ്. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കില് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റൻ ഉണ്ട്. ഒരു 6 ക്വസ്റ്റനോളം ഡിസ്റ്റിംഗ്വിഷ് ടെസ്റ്റ് മാത്രമായിട്ടുണ്ട്. അമീൻസിലും ഉണ്ട് അതുപോലത്തെ ക്വസ്റ്റൻസ്. അമീൻസിൽ 4 ക്വസ്റ്റൻസ് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് മോസ്റ്റ് പ്രോബബിലി ചാൻസസ്. അപ്പൊ അതിലേക്കാണ് പിന്നെ നേരെ പോകുന്നത് ടോളറൻസ് ടെസ്റ്റ് അല്ലെ? അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. ഡിസ്റ്റിംഗ്വിഷ് എന്തായിരുന്നു? ഡിസ്റ്റിംഗ്വിഷ് അല്ലെ എന്തായിരുന്നു? ഓൾ ആൽഡിഹൈഡ്. പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ്? തേർഡ് ഫെഹിലിംഗ് ടെസ്റ്റ് അല്ലെ? ഫെഹിലിംഗ് സൊല്യൂഷൻ A and B അല്ലെ? ഫെഹിലിംഗ് സൊല്യൂഷൻ A എന്തായിരുന്നു? കോപ്പർ സൾഫേറ്റ്. സൊല്യൂഷൻ B സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. അതിന്റെ വേറൊരു പേരുണ്ട്, റോഷൽ സോൾട്ട് അല്ലെ? ഓക്കെ. ദെൻ ഫോർത്ത് അയഡോഫോം ടെസ്റ്റ്. അയഡോഫോം ടെസ്റ്റിൽ എന്തായിരുന്നു റിയേജന്റ്? NaOH പ്ലസ് I2 അല്ലെ? NaOH പ്ലസ് I2 അതിടുമ്പോ എന്ത് കളർ വരും? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അല്ലെ? ആർക്കൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്? CH3CO ഗ്രൂപ്പ്. അപ്പോ പെൻഡൻ 2 ഓണിന് പറ്റും, പെൻഡൻ 3 ഓണിന് പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിലെ എല്ലാ ക്വസ്റ്റനും നോക്കണം. അങ്ങനെയാ ടോപ്പിക്ക്. അപ്പോ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ 26 നെയിം റിയാക്ഷൻസ് തുടങ്ങും. അപ്പൊ ഈ വീക്കിന്റെ എയിം പറയാം, എനിക്ക് ഈ 3 എണ്ണം കവർ ചെയ്ത് കിട്ടണം കേട്ടോ. ഓക്കെ. ഇനി ഇപ്പൊ എത്രയായി നമ്മൾ പറഞ്ഞേക്കുന്നത് അല്ലെ? അയോഡോഫോൺ ടെസ്റ്റ് വരുമ്പോ 5 ആയി. 6 വരുന്ന സമയത്ത് എന്തായിരിക്കും? ഫിനോളിന്റെ FeCl3 ടെസ്റ്റ് വയലറ്റ് കളർ കിട്ടും. അപ്പൊ എത്രയായി? 6 ആയി അല്ലെ? 4 ആയിരുന്നു, അപ്പൊ 5 ആയി. ഓക്കെ. ഇനി 6 ഏതെടുക്കാൻ പറ്റും? കാർബോക്സിലിക് ആസിഡ് സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്, NaHCO3 ടെസ്റ്റ്. ഇനി 7 കാർബൈലമീൻ പറയാം അല്ലെ? കാർബൈലമീൻ ടെസ്റ്റ് എന്താണ്? ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി അമീൻ. ഇനി അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അടുത്തൊരു ടെസ്റ്റ് എല്ലാത്തിനും പറ്റുന്നതാണ്. ഏതാണ്? ഹിൻസ്ബർഗ് റിയേജന്റ്. ഏതായിരുന്നു? ഹിൻസ്ബർഗ് റിയേജന്റ്. ഏതായിരുന്നു ഹിൻസ്ബർഗ്? അതിന്റെ റിയേജന്റ് ഏതായിരുന്നു? ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് C6H5SO2Cl. ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടിയുണ്ട്. 7 ആണ് പറഞ്ഞു. 8 എന്തായാലും പറയേണ്ടി വരും. എന്തായിരുന്നു 8? അതും ഭയങ്കര ആവശ്യമാണ്. അപ്പൊ ഈ കാർബൈലമീൻ നമുക്ക് എഴുതാം, വേണമെങ്കിൽ അത് പഠിച്ചില്ലെങ്കിലും നമുക്ക് ബാക്കി അത് വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അടുത്ത ടെസ്റ്റ് ആ ചാപ്റ്ററിൽ അമീനിലെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നതാണ്. ആ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ഇക്വേഷൻ ആണ്. ആർക്കെങ്കിലും ആ ലാസ്റ്റത്തെ ഇക്വേഷൻ കപ്ലിംഗ് റിയാക്ഷൻ കണ്ടോ? പഠിച്ചേക്കുന്ന കുട്ടികൾക്ക് കിട്ടും അല്ലെ? കപ്ലിംഗ് റിയാക്ഷൻ എന്തായിരുന്നു? കപ്ലിംഗ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് അനലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യെല്ലോ ഡൈ അല്ലെ? യെല്ലോ ഡൈ. അതുപോലെ എന്ത് കിട്ടും? ഫിനോളിലേക്ക് ഇട്ടാ ഓറഞ്ച് ഡൈ ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇതാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാണ്. ഇന്ന് എല്ലാ ആൾക്കാരുടെയും പേരൊക്കെ എഴുതി വെക്കും ഈ വീക്കില് കേട്ടോ. നിങ്ങൾക്ക് എക്സാം ഒക്കെ ഉണ്ടെന്നൊക്കെ അറിയാം അല്ലെ? എക്സാം അല്ലേ? എന്നിട്ട് വന്നു കേട്ടോ. അതാണ് ബാക്കി ആൾക്കാർ വന്നേക്കണം കേട്ടോ. ആ കൊച്ച് എക്സാം ആണ് നാളെ. എന്നിട്ട് ഇന്ന് കെമിസ്ട്രിക്ക്, നാളെ ഫിസിക്സ് ആണെങ്കിൽ പോലും ഇന്ന് വരും അല്ലെ? അങ്ങനെ വരില്ലേ? ഉണ്ടോ? അവിടെ വരും ഉണ്ടോ? അപ്പൊ എല്ലാവരും ഇനി വന്നോട്ടോ. കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് ചേസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഓർഡറിലിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ വീക്കില് കേട്ടോ. പരമാവധി എന്താണ് എല്ലാ കുട്ടികളും ഈ 3 ഏരിയാസ് ക്ലിയർ ആവണം. മാർക്കൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ വരണം കേട്ടോ. കറക്റ്റ് ഓർഡറിൽ ഇൻഡിവിജ്വലി ഈ 3 കാര്യങ്ങള് പറഞ്ഞു കേൾപ്പിക്കണം. ഒന്നല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കും, അല്ലെങ്കിൽ വിളിക്കും കേട്ടോ. എങ്ങനെയായാലും വിളിച്ചായാലും ആ സംഭവം തീർക്കണം നമുക്ക് കേട്ടോ. ഓക്കെ. ഈ 3 എണ്ണമാണ് ഈ വീക്കിന്റെ ടാർഗറ്റ്. അടുത്ത വീക്ക് ആകുമ്പോഴേക്കും അടുത്ത 3 കാറ്റഗറിയും കൂടി ഉണ്ട്. അടുത്ത 3 കാറ്റഗറിയും കൂടി ആകുമ്പോഴേക്കും ആ ചാപ്റ്റർ നല്ല ക്ലിയർ ആയിട്ട് വരും. അടുത്ത 3 കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതല്ലാതെ ഗീവ് റീസൺ ക്വസ്റ്റ്യൻ 4ാമത്തെ കാറ്റഗറി. ഇതിപ്പോ 3 ടൈപ്പ് ഏതൊക്കെയാ പറഞ്ഞേ? നെയിം റിയാക്ഷൻസ്, മെക്കാനിസം, ഡിസ്റ്റിംഗ്വിഷ് ടെസ്റ്റ്. കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് ആക്ച്വലി. മോനെ ചോദിച്ചോ ഗൗരി, എന്താ ഒരു ഡൗട്ട്? മൈക്ക് ഓൺ അല്ല. ഒരു മിനിറ്റ്, ഇവിടത്തെ ഇനി വോളിയം കുറവാണോ നോക്കട്ടെ കേട്ടാ. ഇവിടെ വോളിയം ഫുൾ ആണ്. അടുത്ത് വെച്ചിട്ട് മോൻ സംസാരിക്കുക. കേൾക്കുന്നേ ഇല്ല, എന്തോ എററുണ്ട്. മൈക്കോ എന്തെങ്കിലും ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ
സൗണ്ട് നോയിസ് ആയിട്ട് പോകും. ഇപ്പൊ നോയാണ് കൊടുത്തേക്കുന്നത്. മൈക്ക് ഇപ്പൊ ഓഫാണ് കിടക്കുന്നത്. മൈക്ക് ഇപ്പൊ ഓഫാണ്. അത് കഴിയുമ്പോൾ വിളിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോ നമുക്ക് തുടങ്ങാം കേട്ടോ. തുടങ്ങാം. നെയിം റിയാക്ഷൻസ് 26 ഉണ്ട്. ക്ലിയർ ആയിട്ട് നിങ്ങൾ എത്ര പേര് കയ്യിലുണ്ടത്? നെയിം റിയാക്ഷൻസ് എഴുതി കൊണ്ടുവന്ന ഞാൻ അയച്ചു തന്നിട്ടുണ്ട് PDF കേട്ടോ. ഒരു PDF അയച്ചു തന്നില്ലേ, അത് എഴുതണം കറക്റ്റ് ഓർഡറിൽ. വീട്ടിൽ പോയിട്ട് ഇരുന്ന് എഴുതണം കേട്ടോ. എന്നിട്ട് എഴുതി തന്നെ കേട്ടോ. പ്രിന്റിനോട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, കുറെ സാധനങ്ങളുണ്ട്, അതൊന്നും തരില്ല. കാരണം എന്താ, തന്നു കഴിഞ്ഞാൽ മടിയന്മാരാവും അല്ലേ നോർമലി കേട്ടോ. അതൊക്കെ ലാസ്റ്റ് കുറച്ചും കൂടി ഒക്കെ പഠിച്ച് നിങ്ങൾ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് തരാം. നിങ്ങൾ വർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു നെയിം റിയാക്ഷൻസ് ചെയ്യാൻ കറക്റ്റ് ഓർഡറിൽ. കണ്ടില്ലേ ആരെങ്കിലും കാണാത്തതുണ്ടോ? കണ്ടിട്ടില്ലേ നെയിം റിയാക്ഷൻസ്? നോക്കിയിട്ടുണ്ടോ? ദൈവത്തിന് അറിയാം കേട്ടോ. അത് കറക്റ്റ് ഓർഡറിൽ പേര് എഴുതണം ഫസ്റ്റ്. അതിൽ ഒരെണ്ണം മാത്രം ഓർഡർ തെറ്റി കിടക്കണ്ട, അത് കുഴപ്പമില്ല. അത് കറക്റ്റ് ഓർഡറിൽ പേര് എഴുതി ക്ലിയർ ചെയ്ത് പറഞ്ഞു കേൾപ്പിക്കണം. അപ്പൊ നമ്മൾ തുടങ്ങാണ്. എത്ര പേർക്ക് നിങ്ങൾക്ക് ഇത് അറിയാം എന്നുള്ളത് ഇവിടെ ഒന്ന് പറയേണ്ടിയും വരും കേട്ടോ. ഓക്കെ, സ്റ്റഡി സെക്ഷൻസ് ഒക്കെ അങ്ങനെയാണ്. നമ്മളൊരു ഗ്രൂപ്പാണ്, ടീമാണ്. ക്ലിയർ ആയിട്ട് അറിയില്ലാതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പേരൊക്കെ എഴുതി കൃത്യമായിട്ട് പോകുന്ന രീതിയിലാണ്. എന്തോ മെസ്സേജ് ഒക്കെ കണ്ടല്ലോ. മെസ്സേജ് അയച്ചു വീണ്ടും എനിക്ക് വായിക്കാൻ എവിടെ കിടക്കുന്നത്? ഗൗരിയാണോ മെസ്സേജ് അയച്ചത്? അല്ല, ആ മെസ്സേജ് അയച്ചത് വീണ്ടും റീകളക്ട് ചെയ്യാൻ പറ്റൂലേ? വീണ്ടും ഒന്ന് അയക്കും. ആരെങ്കിലും പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ പഠിച്ചോളണം കേട്ടോ. ഇങ്ങനെയാണ് വേണ്ടത്. ഫസ്റ്റ് ആദ്യത്തെ ചാപ്റ്ററിലെ നെയിം റിയാക്ഷൻസ് കറക്റ്റ് ഓർഡറിൽ പറയാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയായിരുന്നു നെയിം റിയാക്ഷൻസ്? സാൻമേസ്, ഫിംഗൽസ്റ്റീൻ, സ്വാർട്സ്, റൂട്ട്സ് ഫിറ്റിക്, ഫ്രിഡൽ ക്രാഫ്റ്റ്. 7 എണ്ണം. ഇതിന്റെ എങ്ങനെ പഠിക്കണം എന്ന് കൂടി പറയാം. ഓർഡറിൽ കറക്റ്റ് ഫ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്. അത് പഠിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് സാൻമേസ്, അനലിൻ കൺവേർട്ട് ടു ക്ലോറോബെൻസീൻ. അങ്ങനെ പഠിച്ചു പോകുക കേട്ടോ. അതിന്റെ റിയേജന്റ് പിന്നെ പറഞ്ഞാലും മതി. അനലിൻ കൺവേർട്ട് ടു ക്ലോറോബെൻസീൻ. സെക്കൻഡ് എന്തായിരുന്നു? ഇത് പറഞ്ഞ ഫിംഗൽസ്റ്റീൻ അല്ലെ. ഫിംഗൽസ്റ്റീൻ എന്ന് പറയുമ്പോ RX എന്തായി മാറും? RI വരും. NaI ആണ് റിയേജന്റ്. അപ്പൊ RX to RI. അടുത്തെന്തായിരുന്നു? RX to AgF ഇടുമ്പോ RF വരും. എന്ത് ടു എന്ത് അങ്ങനെ കിട്ടണം ഒരു ഐഡിയ. പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റണം. അങ്ങനെ 26 എത്തി കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. പണ്ട് പഠിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നിങ്ങൾ പണ്ടൊക്കെ പഠിക്കുമ്പോൾ ഇത് എഴുതുന്നു, വരയ്ക്കുന്നു, അങ്ങനെ പഠിച്ച് ഓരോന്നായിട്ട് പഠിച്ച് ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ ആദ്യത്തെ മറന്നുപോകും. വീണ്ടും എന്ത് ചെയ്യും? അതിനെ കയറി പിടിക്കും. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നിങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 10 ആ സെറ്റ് ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞു നോക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് എടുക്കാൻ പറ്റും, കത്തിച്ചെടുക്കാൻ പറ്റും. ആലോചിച്ച് എടുക്കും കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പാട്ടിന്റെ ഒക്കെ വരിയൊക്കെ ഇങ്ങനെ മൂടി അടുത്ത് എടുക്കൂലേ. അല്ലാതെ ഇയാളുടെ അടുത്ത് ചോദിക്കണം ഒരു പാട്ടിന്റെ 7ാമത്തെ ലൈനിലെ വേർഡ് പറ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ എഴുതേണ്ടി വരും അല്ലെ. അല്ലാതെ ഇങ്ങനെ മനസ്സിൽ അങ്ങനെ ആലോചിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എഴുതും, എന്നിട്ട് അതേ ലൈൻ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. മൈൻഡിന് ഒരു താളമുണ്ട്, ആ താളത്തിൽ കൊണ്ടുവരണം. അല്ലാതെ പലരും പഠിക്കുന്ന ഒരു മെക്കാനിസം പോലെയാണ്. ഇത് വരക്കുന്നു, ഇത് എഴുതുന്നു, ഇത് കഴിയുന്നു, അത് പറഞ്ഞു കേൾപ്പിക്കുന്നു, മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ഓർഡറിൽ തന്നെ എനിക്ക് വേണം. അടുത്ത എന്തായിരുന്നു? റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 റൂട്ട്സിലും കോമൺ ആയിട്ട് ഒരു റിയേജന്റ് ഏതായിരുന്നു? അത് സോഡിയം ആൻഡ് ഡ്രൈതർ. ആദ്യം അങ്ങനെ പഠിക്കാം. ഇനി എല്ലാത്തിലും എന്താ ചെയ്യുന്നത്? NaX മാറും. നോക്കിയേ, NaX അങ്ങ് മാറ്റും, എന്നിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു? RR പ്ലസ് NaX. ഗൗരി പറഞ്ഞു. ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. ഏതാ? അത് ഒരുമിച്ച് പറഞ്ഞു കേൾപ്പിക്കാനാ. ഇന്ന് പറഞ്ഞു കേൾപ്പിക്കും ഇവിടെ പിള്ളേര് കേട്ടാ. അത് കുഴപ്പമില്ല, പഠിച്ച് ഈ വീക്കിൽ കേൾപ്പിക്കണം കേട്ടോ. ഈ വീക്കിൽ കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു 27 റിയാക്ഷൻസിന്റെ ഒരു സംഭവം ഇല്ലേ ഇത്.
26 ഇക്വേഷൻ 26. ഈ ഒരു സാധനത്തിന് PDF അയച്ചിട്ടുണ്ട്. ഇത് ഇന്റർവ്യൂവിൽ എഴുതണം ആദ്യം, ഇങ്ങനെ ഒരു ഓർഡർ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പേര് ആദ്യം പഠിക്കണം കേട്ടോ. ആ പഠിക്കുന്ന മെത്തേഡാണ്. അതാണ് ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഇതിന് കഴിഞ്ഞ ക്ലാസ്സിൽ അത് വീണ്ടും പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവർക്ക് കുറച്ച് പേർക്ക് എക്സാം ആയതുകൊണ്ട് ആ ചാപ്റ്ററിന്റെ ഓൾ തിങ്സ് ആ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഇന്ന് മുതൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് പറഞ്ഞ് കേൾപ്പിക്കും, അവരുടെ പേരൊക്കെ എഴുതി വെക്കുന്നു. അങ്ങനെ ഈ വീക്കിൽ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും കേട്ടോ. ഓക്കെ, അടുത്ത വീക്കിൽ അടുത്തൊരു സെറ്റ്, അങ്ങനെ പതുക്കനെ പാരലായിട്ട് കൊണ്ടുപോകും. ഇതിനിടയിൽ നമുക്ക് പതുക്കനെ ഇടക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്കൊക്കെ പോവാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കാം. ഇത് ഓർഡറിൽ തുടങ്ങുന്നത് ഇങ്ങനെയാ, അതുകൊണ്ടാ കേട്ടോ. ഓക്കെ, അപ്പോ റൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആ റൂട്ട്സില് 3 സെറ്റിലും എന്തായിരിക്കും? ആർ അല്ലെ, ആദ്യത്തിൽ എന്താ? എല്ലാത്തിലും എന്തുണ്ട്? RX അല്ലെ, ആദ്യത്തെ 2 RX ഉണ്ട്. RX എന്തായും? RR ആവും, ഡബിൾ ആവല്ലേ. അടുത്തതിൽ എന്താ? RX ബെൻസീനും കൂടി ജോയിൻ ചെയ്യും അല്ലെ. അങ്ങനെ വരുമ്പോ എന്താ? ബെൻസീനിന് മുകളിൽ 6 അല്ലെങ്കിൽ ടൊളുവിനൊക്കെ ആയി മാറും. ഇനി നെക്സ്റ്റ് വരുന്നത് ഡൈഫിനൈൽ ആണ് അല്ലെ. 2 ബെൻസീൻസ് ജോയിൻ ചെയ്യുമ്പോൾ ഡൈഫിനൈൽ ആവും. അപ്പൊ നിങ്ങൾക്ക് ആ പേര് ഒന്നല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റിയാക്ടന്റ് എന്തെങ്കിലും ഒരു കീ പഠിക്കണം, എന്തെങ്കിലും ഒരു കീ. അത് യുണീക്ക് ആയിരിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫിംഗിൾസ്റ്റീൻ എന്ന് പറഞ്ഞ എന്റെ ഒരു കുട്ടി നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഓൺ ദ സ്പോട്ട് NA എന്നായിരിക്കും എന്റെ മെയിനിൽ ആദ്യം വരുന്നത്. NA അതാണ് എന്റെ കീ. അത് വെച്ച് ഞാൻ എല്ലാത്തിനും ഓപ്പറേറ്റ് ചെയ്യും. ബാക്കിയൊക്കെ ഓർമ്മയിലേക്ക് പതുക്കനെ കൊണ്ടുവരുള്ളൂ. അങ്ങനെ ഓരോ റിയാക്ഷനും ഓരോ കീ വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടിരിക്കും. ഒരുമിച്ച് പഠിച്ച് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു ഇഷ്യൂ ആണത്. അത് വരാതിരിക്കാൻ വേണ്ടി അൾട്രാ ക്ലിയർ ആയിട്ട് എല്ലാ റിയാക്ഷന്റെയും ഒരു പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കാം. അതാണ് ആദ്യം ചെയ്യുന്നത്. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്തൊക്കെയായിരിക്കും? ആൽക്കൈലേഷൻ ഉണ്ട്, അസൈലേഷൻ ഉണ്ട്. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അൺഹൈഡ്രസ് AlCl3 അല്ലെ. എന്നിട്ട് എല്ലാത്തിലും നോക്കുന്നത് Cl അല്ലെങ്കിൽ Br അത് മാറിയിട്ട് അത് ബെൻസീനിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോ ബെൻസീൻ CH3Cl ആണെങ്കിൽ എന്ത് വരും? അത് അല്ലെ, ആ Cl പോയിട്ട് CH3 ബെൻസീൻ ഇങ്ങനെ മുകളിലേക്ക് വരും. ബെൻസീൻ CH3CH2CH2Cl ആണ് എങ്കിൽ എന്ത് വരും? ആ Cl പോയിട്ട് ആ 3 കാർബൺ പ്രൊപ്പ് ബെൻസീൻ ഇങ്ങനെ മുകളിലേക്ക് വരും. അതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് എന്താ? ആൽക്കൈലേഷൻ. അസൈലേഷൻ എന്ന് പറഞ്ഞാൽ CH3COCl വരും. അപ്പോഴും Cl മാറ്റുക, എന്നിട്ട് COCH3 എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. COCH3 ജോയിൻ ചെയ്യാം കണ്ടോ. അപ്പൊ ബെൻസീൻ ഇങ്ങനെ മുകളിൽ COCH3 വരും. ഇനി വേറെ കോമ്പൗണ്ട് കൊടുക്കാം നമുക്ക്, C6H5COCl. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ്. ബെൻസീനിലേക്ക് C6H5 എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ COCl. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബെൻസോഫിനോൺ. അപ്പോ അത് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അസൈലേഷൻ എന്ന് പറയുമ്പോൾ ആരുണ്ടാവും? COCl ഉണ്ടാവും. ആരുണ്ടാവും? COCl. ബാക്കി അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ടാവും. അപ്പോ അത് ജോയിൻ ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ആ 7. അപ്പൊ നിങ്ങൾ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഓർഡറിൽ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ആദ്യം ആ പേര്, അത് കഴിഞ്ഞിട്ട് ഓർഡർ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ആൽക്കഹോൾ, ഫിനോൾ, ഈതർ. എന്തായിരുന്നു അത്? കോൾബ്സ്, റൈമർടൈമൻ, വില്യൻസൺ സിന്തസിസ്. എന്തൊക്കെയായിരുന്നു? കോൾബ്സ്, റൈമർടൈമൻ, വില്യൻസൺ സിന്തസിസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൾബ്സിൽ എന്തായിരുന്നു? ഫിനോൾ ടു സാലിസിലിക് ആസിഡ്. ഫിനോൾ ടു സാലിസിലിക് ആസിഡ്. അടുത്തെന്താ? റൈമർടൈമൻ, ഫിനോൾ ടു സാലിസിലിക് ആൽഡിഹൈഡ്. ഫിനോൾ ടു സാലിസിലിക് ആൽഡിഹൈഡ്. അടുത്തെന്താ? റൈമർടൈമൻ സോറി, വില്യൻസൺ സിന്തസിസ്. റൈമർടൈമൻ കഴിഞ്ഞു, വില്യൻസൺ. ഏതൊക്കെയായിരുന്നു ഇപ്പൊ പറഞ്ഞ? കോൾബ്സ്, റൈമർടൈമൻ, വില്യൻസൺ സിന്തസിസ്. എന്തൊക്കെയാ? കോൾബ്സ്, വില്യൻസൺ സിന്തസിസ് കേട്ടോ. ഓക്കെ, അപ്പോ കോൾബ്സിൽ എന്തായിരിക്കും? റൈമർടൈമൻ കഴിഞ്ഞു. വില്യൻസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഈതർ. RX plus RONA gives ROR plus NaX കേട്ടോ. RX plus RONA gives ROR plus NaX. പറഞ്ഞേ, RX plus RONA കണ്ടോ. RX plus RONA എന്ന് പറഞ്ഞേ. gives ROR plus NaX. ROR plus NaX ഒന്നുകൂടി പറഞ്ഞു. RX RONA gives ROR plus NaX. ഒന്നുകൂടി പറഞ്ഞേ. gives plus NaX കണ്ടോ. NaX അങ്ങ് മാറും കണ്ടോ. RX plus RON എഴുതിയ പെട്ടെന്ന് കിട്ടും, അതുകൊണ്ട് എഴുതാഞ്ഞേ കേട്ടോ. ഓക്കെ, ഇതേ നോക്കിയേ. RX plus RONA gives എന്താ സംഭവിക്കുന്നത്? ROR plus NaX. എഴുതി കഴിഞ്ഞാൽ ആ ട്രിക്ക് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് പറയും. എഴുതുമ്പോഴും മാത്രമല്ല പറയുമ്പോഴും കിട്ടണം. കാരണം ബ്രെയിനിൽ നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് ആദ്യം തിങ്കിങ് പ്രോസസ്സാണ് വരുന്നത്.
അപ്പോ ആ തിങ്കിങ് പ്രോസസ്സിൽ പറയണത് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ, NX പോവുക ഇതങ്ങ് ജോയിൻ ചെയ്യുക, അപ്പൊ പിന്നെ പഠിക്കണ്ട. അങ്ങനെയല്ല എനിക്ക് വേണ്ട, എനിക്ക് കിട്ടണം കേട്ടോ, ഓർത്ത് വെക്കാം. ഉണ്ടോ അവർ അവിടെ പറഞ്ഞു 10 വേണം അല്ലെ, 10 എങ്കിലും മിനിമം കേട്ടോ, 10 പഠിക്കാതെ വിടൂല ആദ്യത്തെ കേട്ടോ, മിനിമം 10. ഒന്നും പഠിക്കാത്ത ആളായാലും 10 ഇവിടെ പറഞ്ഞു കേൾപ്പിക്കണം ക്ലിയർ ആയിട്ട്. ഇനി 26ഉം കറക്റ്റ് ഓർഡറിൽ ക്ലിയർ ചെയ്ത് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ, അവര് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ആദ്യം ഒന്ന് തുടങ്ങും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അല്ലെ നമ്മൾ തുടങ്ങാൻ പോകുന്നേ. ബാക്കിയുള്ളത് എന്തൊക്കെയായിരുന്നു? അടുത്തത് 10 കഴിഞ്ഞ പിന്നെ എന്തായിരുന്നു ഒന്ന് പറഞ്ഞു തരാം. റോസൻമോൺ റിഡക്ഷൻ ഡാഷ് ടു ഡാഷ് ഒന്ന് പറഞ്ഞേ. ഉണ്ടോ, ഗൗരി വരെ പറയുന്നു ഓൺലൈനിൽ പറയാന്ന് അല്ലെ, ഉണ്ടോ 10 പറഞ്ഞേക്കാന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ദെൻ ആത്മാ കേട്ടോ, സ്റ്റഡി സെക്ഷൻ തുടങ്ങി കേട്ടോ. ഞാൻ ഓൺലൈനിലൊക്കെ ഇന്റർവ്യൂവിൽ പിടിക്കൂട്ടോ. ഓൺലൈനിൽ ആൾക്കാരൊക്കെ എഴുതി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കി ആൾക്കാരെ കേട്ടോ, നമുക്കൊന്ന് തുടങ്ങണം കേട്ടോ. കറക്റ്റ് ആയിട്ട് സ്ട്രക്ചർ ഇട്ട് കൃത്യമായിട്ട് തുടങ്ങണം കേട്ടോ. പേഴ്സണൽ ആയിട്ട് പറഞ്ഞ് തീർന്ന് പോകണം കേട്ടോ. മാർക്കൊക്കെ വന്നോളൂ കേട്ടോ. എന്തായിരിക്കും? റോസൻമോണ്ട് ബെൻസോയിൽ ക്ലോറേറ്റ് ടു ബെൻസാൽഡിഹൈഡ് കേട്ടോ, അങ്ങനെ പറഞ്ഞു പോകണം. അടുത്ത സെക്ഷൻ എന്താണ്? സ്റ്റീഫൻ സയനൈഡ് ടു ആൽഡിഹൈഡ്. ഇതിലെല്ലാത്തിലും ഇനി വരുന്ന 4 ആൽഡിഹൈഡാണ്, സയനൈഡ് ടു ആൽഡിഹൈഡ് ആണ്. എന്തൊക്കെ ഒരു ഇപ്പൊ പറയാനാണ്? ആദ്യത്തെ 10 ഓർഡറിൽ പഠിക്കണം കേട്ടോ, ഷഫിൾ ചെയ്യാൻ പറ്റില്ല. ഓർഡറിൽ പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഓർഡറിലായിരിക്കണം കേട്ടോ. ഓക്കെ കണ്ടോ, ഓൺലൈനിലേക്ക് ഒരു ഇപ്പൊ തന്നെ 10 പറയാന്ന് നിക്ക്, വെയിറ്റ് ചെയ്യ് കേട്ടോ, ആൾക്കാരൊക്കെ റെഡി ആവട്ടെ. ഓക്കെ, അപ്പോ എന്തായിരുന്നു കണ്ടോ, അതുകൊണ്ട് പിള്ളേര് പഠിച്ചു തുടങ്ങി കണ്ടോ. ഏതാന്ന് ഇപ്പൊ പറയണം, എന്താണ്? കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, പറയണം കേട്ടോ എന്തായാലും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. ഇവിടെ നിന്ന് നിർത്തി പറയിപ്പിക്കോട്ടോ, കണ്ടോ പലർക്കും വിഷമം ഇവിടെ ഇരുത്തി പറയൂല കേട്ടോ. അതൊരു ടീമാണ്, വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണം. ദെൻ അടുത്ത എന്തായിരുന്നു? നെക്സ്റ്റ് എറ്റാൾ എന്താ? ടോളുവിൻ ടു ബെൻസാൽഡിഹൈഡ്. ടോളുവിൻ ടു ബെൻസാൽഡിഹൈഡ് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. ടോളുവിൻ റിയാക്ട് വിത്ത് എന്തായിരുന്നു ആദ്യം ഇടുന്നത്? CrO2Cl2 and CS2 gives എന്താണ്? ക്രോമിയൽ കോംപ്ലക്സ് again treated with H3O+ gives എന്താണ്? ബെൻസാൽഡിഹൈഡ്. അങ്ങനെയൊക്കെ പറഞ്ഞ് മൈൻഡിൽ പേടിപ്പിക്കരുത്. ആദ്യം എന്താണ്? എറ്റാഡ് ടോളുവിൻ ടു ബെൻസാൽഡിഹൈഡ്. അത് പറഞ്ഞ് ശേഷം പതുക്കനെ വെയിറ്റ് കൂട്ടി വരിക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. അടുത്ത എന്താ? ഫോർത്ത് ഗട്ടർമാൻ കോച്ച്. വേറെ ഗട്ടർമാൻ ഉണ്ട്, ഇത് ഗട്ടർമാൻ കോച്ചാണ്. ഗട്ടർമാൻ എന്തായിരുന്നു? ആരെങ്കിലും പറഞ്ഞു? ബെൻസീൻ CuHCl കേട്ടോ, ഓർത്ത് നോക്കുക. കോപ്പർ പൗഡർ ആൻഡ് HCl ആണ് കേട്ടോ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ടു എന്താണ്? ക്ലോറോബെൻസീൻ. ഇനി നമുക്ക് ഗട്ടർമാൻ കോച്ചിലേക്ക് വരാം. ഗട്ടർമാൻ കോച്ച് എന്ന് പറഞ്ഞാൽ ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്. റിയേജൻ ഒക്കെ പിന്നെ നോക്കാം. കാർബൺ മോണോക്സൈഡ്, HCl, നൈട്രസ്, AlCl3 അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദെൻ നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? ക്ലെമൻസൺ റിഡക്ഷൻ എന്തായിരുന്നു? അല്ലെ, ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ്? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കൺവേർട്ട് ടു കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ, ആൽക്കീനായി മാറും. അപ്പൊ പ്രൊപ്പനാൽ എടുത്താൽ അത് പ്രൊപ്പീൻ ആകും, പ്രൊപ്പനോൺ എടുത്താൽ ഉണ്ടോ? ഓക്കെ, പ്രൊപ്പീൻ. ഇപ്പോ ഇങ്ങനെ വന്നു. ഇത് കഴിഞ്ഞ അടുത്ത എന്തായിരുന്നു? ക്ലെമൻസനും കഴിഞ്ഞു, വുൾഫിഷനും കഴിഞ്ഞു. ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ എന്തായിരുന്നു? എത്തനാൽ ടു എന്തായിരിക്കും? എത്തനാൽ ടു 2-ഹൈഡ്രോക്സി. എത്തനാൽ എന്താക്കും? 2-ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ ഉണ്ടോ? എത്തനാൽ ടു 2-ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ. നെയിം റിയാക്ഷൻസ് 26 എന്ന് പറഞ്ഞിട്ട് പോകുള്ളൂ എന്ന് ഒരു വാശി പിടിക്കും കേട്ടോ. അപ്പൊ താനും പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാനിസാരോ. കാനിസാരോ എന്തായിരുന്നു? മെത്തനാൽ ടു എന്താ വരും? മെത്തനാൽ ടു മെത്തനോൾ അല്ലെ. ഓക്കെ, മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HCOONA കേട്ടോ. പൊട്ടാസ്യം അല്ലെങ്കിൽ സോഡിയം സോൾട്ട് ഓഫ് കറസ്പോണ്ടിങ് അലിയ. പിന്നെ നെക്സ്റ്റ് വരുന്നത് കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ എന്തായിരുന്നു അല്ലെ? എന്തായിരുന്നു? റിമൂവൽ ഓഫ് CO2 എന്ന് പറഞ്ഞാൽ എത്തനോയിക് ആസിഡ് ടു മീഥെയിൻ കണ്ടോ. അവിടെ ഒരു കാർബൺ എന്ത് ചെയ്തു? കുറഞ്ഞു. കാർബൺ കുറയുന്നത് 2 നെയിം റിയാക്ഷനിലാണ്. ഒന്ന് ഡീകാർബോക്സിലേഷൻ, രണ്ടാമത്തെ എന്താണ്? ആരെങ്കിലും പറയൂ? ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. അങ്ങനെ 2 എണ്ണത്തിലാണ് കാർബൺ ഡിക്രീസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ആ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ അതാണ് 20. ഏതായിരുന്നു? HVZ റിയാക്ഷൻ. HVZ എന്തായിരുന്നു? ഹെൽ വോൾഹാർട്ട് സെലിൻസ്കി റിയാക്ഷൻ. HVZ
റിയാക്ഷൻ കേട്ടോ. ഹെൽവോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. HVZ എന്തായിരുന്നു? ഹാലജനേഷൻ ഓഫ് ഹാലജനേഷൻ അല്ലെ, ഹാലജനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആൻഡ് X2 കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ 20 പറഞ്ഞു, ബാക്കിയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കാം. പക്ഷെ ഇപ്പോ ഈ ഓർഡറിൽ നിങ്ങൾ പഠിച്ച് കേൾപ്പിക്കണം, അതാണ് എന്റെ ഡ്യൂട്ടി അല്ലെ. ഞാൻ പറയുന്നു അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾ ഓർത്തു നോക്കുക, ഈ ക്ലാസ് കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് 10 എങ്കിലും മിനിമം നിങ്ങളോട് തീർക്കണം. 1.5 hours ഉണ്ട് കേട്ടോ. ഓക്കെ, വിൻഡുവിൽ അടുത്തു എന്ന് ഞാൻ ചോദിക്കും, പേരൊക്കെ എഴുതി വെക്കും, കറക്റ്റ് ആയിട്ട് പറഞ്ഞ് റെസ്പോൺസ് ചെയ്ത് വെക്കണം കേട്ടോ. വൈകി വന്നതുകൊണ്ട് ക്രിസ്റ്റിനോട് പറയാം, നമ്മൾ ഒരു ടീമാണ്, നമ്മൾ തീരുമാനം എടുത്തേക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ വീക്കെൻഡിനുള്ളിൽ നമുക്ക് വരുന്ന 3 ടൈപ്പ് ഓഫ് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് റിവിഷൻ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൽ നെയിം റിയാക്ഷൻസ് 26 എണ്ണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. 27 വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 26. അപ്പോ അത് ക്ലിയർ ആക്കണം. രണ്ടാമത്തത് എല്ലാ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റും കിട്ടണം ഈ ചാപ്റ്ററുകളിൽ. മൂന്നാമത്തത് മെക്കാനിസം കിട്ടണം, മെക്കാനിസം എല്ലാ ടൈപ്പും. അത് കഴിഞ്ഞാൽ അടുത്ത വീക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗീവ് റീസൺ മുഴുവൻ തീർക്കും. അത് കഴിഞ്ഞാൽ അടുത്ത വീക്കാണ് ക്രൂഷ്യൽ, കാരണം ഗീവ് റീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന മെയിൻ ആയിട്ട് കൺവേർഷന് വേണ്ടിയിട്ടുള്ള കൺവേർഷൻ, അത് കഴിഞ്ഞിട്ട് ABCD ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ കൺവേർഷൻ എന്ന് പറയുമ്പോഴാണ് ആ ചാർട്ടൊക്കെ കണ്ടില്ലേ, ആ ചാർട്ടും ഈ നെയിം റിയാക്ഷൻസും എല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ അത് എടുത്ത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞപ്പോൾ നെയിം റിയാക്ഷൻസ് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പാസ്റ്റ് ഇയറിൽ, അതൊക്കെ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പർ പാസ്റ്റ് ഇയറിന്റെ ഒക്കെ തരാം. ഇനി നമ്മൾ ഈ വീക്കെൻഡോടുകൂടി തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ ഗ്രൂപ്പിലിടും. അത് കറക്റ്റ് ആയിട്ട് നോക്കുക. അതില് ചില പോർഷൻസ് പഠിക്കാത്തതുണ്ടാവും. എന്തുകൊണ്ടാ? 21-ലൊക്കെ എന്ത് ഉണ്ട്, നിങ്ങൾക്ക് ഉള്ള എക്സ്ട്രാ പോർഷൻ ഉണ്ടാവും, അത് കണ്ടാ അറിയാൻ പറ്റും അല്ലെ, P ബ്ലോക്ക് അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ട, അത് മെത്തേഡ് ഒന്ന് ക്ലിയർ ചെയ്യാം. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും പുതിയ പേപ്പർ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സാമ്പിൾ പേപ്പർ പല ആൾക്കാരും പബ്ലിഷിന്റെ ഒക്കെ നോക്കിയിട്ട് ഒരു സാമ്പിൾ പേപ്പർ ഒരു 5 എണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ട് ചെയ്ത് എഴുതിപ്പിക്കും. ഏറ്റവും പുതിയ മോഡലിൽ CBC ഇറക്കിയല്ലോ, ആ മോഡലിന്റെ ടൈപ്പ് ഇപ്പൊ പല പബ്ലിക്കേഷൻസ്, നല്ല ഡൽഹി എന്നുള്ള നല്ല പബ്ലിക്കേഷൻസ് ആണ്, അരിഹന്ത് പബ്ലിക്കേഷൻസ്, അങ്ങനെ അവരുടെ ആ ടൈപ്പ് ഓഫ് പബ്ലിക്കേഷൻസിന്റെ പല പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അതിന്റെ വിത്ത് ആൻസേഴ്സ് ആയിട്ടുള്ള ഷീറ്റ് നിങ്ങൾക്ക് തരും, നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അതാണ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കേട്ടോ. ഇതാണ് ഒരു ഓർഡറിലായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, വച്ചിന്താണ് ഇപ്പൊ ഇവിടെ വന്ന് ഫസ്റ്റ് ആയിട്ട് കറക്റ്റ് 26 എണ്ണം കറക്റ്റ് ഓർഡറിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ചാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച പറയാൻ പറ്റിയില്ല, അപ്പൊ കറക്റ്റ് ഓർഡറിൽ പറയും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി ആൾക്കാർ കണ്ടോ ഇവിടെ എത്ര എണ്ണം പഠിച്ചിട്ടുണ്ട് ഞാൻ അടുത്തൊന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ വേഗം തുടങ്ങിക്കും കേട്ടോ. ഓക്കെ, ഒന്ന് വേഗം പറയാ, ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, എറർ വന്നാൽ കുഴപ്പമൊന്നുമില്ല, ബുക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ. എറർ വന്ന ഇഷ്യൂ ഇല്ല കേട്ടോ. ആർക്കും ആയാലും നിങ്ങൾക്ക് അറിയിപ്പോ പേര്, ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ 26 എണ്ണത്തിന്റെ പേര് ഓർഡറിൽ കിട്ടും, അതായാലും മതി എനിക്ക്. പക്ഷെ എനിക്ക് വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ ഫുള്ള് പറയാം, ചിലപ്പോൾ ഒരാൾ ഒന്നും പറയാതിരിക്കാം, അതൊന്നും നോക്കണ്ട. ഞാൻ എന്ത് ചെയ്തു അതെനിക്ക് അറിയണം. ഇൻഡിവിജ്വലി നിങ്ങൾ സെൽഫായിട്ട് എത്ര ആണ് പൊസിഷൻ, അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. First reaction, Sandmeier's reaction. Aniline on treatment with NaNO2 and HCl gives benzene diazonium chloride, which on treatment with Cu2 Cl2 gives chlorobenzene. Pinne Finkelstein reaction, Rx plus NaI in the presence of dry acetone gives Ri plus NaX. Pinne Schwartz reaction, Rx plus AgF gives Rf plus AgX. Pinne Brut's reaction, CH3Cl plus Na in the presence of dry ether gives ethane plus NaCl. Pinne Brut's fatigue, haloarine plus haloalkane in the presence of sodium and dry ether gives phenylalkane and NaX. Pinne fatigue reaction, haloarine plus sodium in the presence of dry ether gives diphenyl plus sodium halide. പിന്നെ Friedrich alkylation, chlorobenzene plus anhydrous AlCl3 and CH3Cl gives orthoparachlorotoluene. And Friedrich acylation, chlorobenzene plus CH3COCl in the presence of anhydrous AlCl3 gives orthoparachloroacetophenone. പിന്നെ Coles reaction, phenol plus NaOH gives sodium phenoxide plus which on treatment with NaOH and CO2 and H plus gives salicylic acid. പിന്നെ Reimer-Tiemann reaction,
phenol plus NaOH and chloroform gives sodium phenoxide പിന്നെ orthopoxyl CHO. അതിലേക്ക് H plus ആഡ് ചെയ്യുമ്പോൾ സാലിസിക് ആൽഡിഹൈഡ്. പിന്നെ വില്യംസൺ സിന്തസിസ് RX plus RONA gives ROR plus NaX. പിന്നെ റോസൻമൺ റിഡക്ഷൻ ബെൻസോയിൽ ക്ലോറൈഡ് പ്ലസ് H2 and PDBaSO4 gives benzaldehyde. പിന്നെ RC cyanide plus SnCl2 and HCl gives RCH11NH imine, which on treatment with H3O plus gives aldehyde. പിന്നെ that's Stephen. Then Ettard reaction, toluene plus CrO2Cl2 gives chromium complex, which on treatment with H3O plus gives benzaldehyde. പിന്നെ Gutterman-Coase reaction, benzene on treatment with CO and HCl in presence of anhydrous AlCl3 gives benzaldehyde. പിന്നെ Clemmensen reduction, carbonyl group on treatment with ZnHCl and HCl gives hydrocarbon. പിന്നെ Wolff-Kishner reduction, carbonyl group on treatment with NH2 and minus NH and removal of H2 gives RCH11NH, which on treatment with KOH with ethylene glycol solvent and heat gives hydrocarbon plus N2 gas. പിന്നെ Aldol reaction, 2CH3CHO plus Na dilute NaOH gives CH3 2-hydroxybutanol. പിന്നെ Cannizzaro reaction, methanol undergoes disproportionation with KOH to give methanol and potassium salt of methanoic acid. Then decarboxylation reaction, sodium salt of ethanoic acid on treatment with soda lime and heat gives CH4 plus Na2CO3 plus CO2 plus H2O. Then decarboxylation, Hell-Volkart-Zelensky reaction, in which RCH2COH on treatment with X2 and red phosphorus and H2O gives RCH-COH, where X is on CH group, CH atom. Then Hoffman bromide degradation, where RCONH2 plus Br2 plus 4NaOH gives RNH2 plus Na2CO3 plus 3NaOH plus 3H2O. Gabriel-Thalmide reaction, where Thalmide on reaction with KOH gives sodium salt of thalamide, which on reaction with RX gives alkyl on nitrogen atom, alkyl group and nitrogen atom, which on reaction with NaOH gives which on reaction with NaOH gives primary amine and CONA on both sides. പിന്നെ carbylamine reaction, RNH2 plus CHCl3 and HCl gives RNC plus KCl and CHCl and KOH gives RNC plus KCl and H2O. പിന്നെ Gutterman reaction, benzene diazonium halide plus copper powder and HCl gives chlorobenzene and N2NCl. പിന്നെ diazotization reaction, aniline with NaNO2 and HCl at 273 to 278 Kelvin gives benzene diazonium chloride plus Cl minus and H2. പിന്നെ coupling reaction, benzene diazonium chloride with aniline gives yellow dye and benzene diazonium chloride with phenol gives orange color dye. 27. അച്ചിന്ത് കെവിന്ന് നന്നായിട്ട് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എനിക്കൊരു കേട്ടോ, നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയില്ലെങ്കിൽ ഞാൻ ഇൻസ്പയർ ആയി. കാരണം നമ്മൾ റിവിഷൻ തുടങ്ങി കഴിയുമ്പോൾ ഒരാളങ്ങനെ തീ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഋതിക്കിനൊരു വാശി വന്നു. ഇപ്പൊ തന്നെ ഒന്നോ ഞാൻ ശരിയായ ഒരു കോമ്പറ്റീഷൻ വാശി അല്ലേ, അപ്പൊ അതുപോലെ നമുക്ക് തീർക്കണം കേട്ടോ. ഇന്ന് പോകുമ്പോൾ ഞാൻ കേട്ടോ ആരായാലും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കംഫർട്ട് സോണിലേക്ക് വന്നിട്ട് കറക്റ്റ് ഓർഡർ 10 എങ്കിലും പേര് ഓർഡറിൽ കറക്റ്റ് ആക്കുക. കുറെ പേര് ഇപ്പൊ 10 തീർത്ത് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പേരൊന്ന് ഓർഡറിലാക്കി കറക്റ്റ് ഓർഡറിലാക്കി ഒന്ന് പറഞ്ഞു പോവാ കേട്ടോ. ഒരു 3 പേര് 4 പേര് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആ മെക്കാനിസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെ 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 എല്ലാവരും ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുപോകാം. നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് പറയാം. ക്രിസ് ഓക്കെ ആണോ? ഒന്ന് ഓർഡർ നോക്കണം അല്ലേ? ഒരാൾ ഒന്ന് മോനെ ഒന്ന് കൊടുത്തേ, ഒരു മിനിറ്റ് ഒന്ന് കൊടുക്കും.
ഒന്ന് ഓർഡർ ഒന്ന് ആക്കി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അപ്പോഴേക്ക് ഞാൻ പറയാമല്ലോ. ഉണ്ടായിരുന്നു അതില്ല, അത് ഞാൻ ഗ്രൂപ്പിലിട്ടതാണ്. ആണോ? ഇപ്പഴാ നോക്കിയത്? ആ ഞാൻ ഒന്നുകൂടി സെൻഡ് ചെയ്തിടാ കേട്ടോ. ആ ആ ആ ജൂലിയൻ ഓക്കെ അല്ലേ? ഒന്ന് പറയാൻ പറ്റുമോ? പേരൊന്ന് പറഞ്ഞു. ഓർഡറിൽ പേര് ഓർഡറിൽ കിട്ടും. എന്തിട്ടും എന്തെന്ന് പറഞ്ഞാലും മതി. എന്നിട്ട് പേര് പറയാ, എന്തിട്ടും എന്ത്. ആ അവസാനത്ത് ഓക്കെ അല്ലേ? ആ ഗൗരിയുടെ എഴുതുക കേട്ടോ. ഗൗരിയും ആത്മീയ എഴുതുക. ഗൗരി റെഡിയാണോ? കഴിഞ്ഞോ? ആ രണ്ടുപേരും കൂടി പറഞ്ഞിട്ട് ഓക്കെ ഗുഡ്. പുതിയൊരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതായാലും മതി മതി മതി. ഏകദേശം ഒരു ഐഡിയ മതി. ethanol to NaOH gives dilute NaOH gives ലാസ്റ്റത്തെ ഇത് മതി മതി 2-hydroxy butanol അങ്ങനെ പറഞ്ഞാലും മതി. എന്തിട്ടും എന്തെന്ന് പറഞ്ഞാലും മതി എല്ലാത്തിനും കേട്ടോ. ആ അതെ അതെ. വേറെ നോക്ക്, വേറെ എന്തെങ്കിലും ഉള്ളതായിരിക്കും. ആ ലിങ്ക് ഇതിലേക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്ക്. ലിങ്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഗുഡ്. അറിയാവുന്ന പോലെ ചെയ്യും. ആ ഇല്ല ഇല്ല, ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവരും ഒരു ടീമായിട്ട് ഇങ്ങനെ 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 കത്തി കത്തി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് അങ്ങനെ പറയണം കേട്ടോ. വേണ്ട വേണ്ട. സാൻമേഴ്സ്, ഫിംഗർസ്റ്റീന്, സ്വാട്സ്, വുഡ്സ്, ഫിറ്റിഗ്, വുഡ്സ് ഫിറ്റിഗ്, ഫ്രിഡൽക്രാഫ്റ്റ്സ്, കോൾബ്സ് റിയാക്ഷൻ, റേമർ ടീമൻ, വില്യംസൺ സിന്തസിസ്. എനിക്ക് പത്തന്നെ അറിയത്തുള്ളൂ. അറിയുന്ന റിയാക്ഷൻ സാൻമേഴ്സ്, അനലിൻ ടു ക്ലോറോബെൻസീൻ, പിന്നെ എനിക്ക് റിയാക്ഷൻസ് അങ്ങനെ അത്ര ഓർമ്മയില്ല.
Calls phenol to salicylic acid, phenol to salicylic aldehyde, പിന്നെ ഡ്രൈ എണ്ണ ഡ്രൈ അസിറ്റോൺ എണ്ണ ഡ്രൈ എണ്ണ ഡ്രൈ റിയാക്റ്റന്റ് അല്ല റിയാക്റ്റന്റോ ഫീനോൾ സാലിസിലിക് ആൽഡിഹൈഡ് പ്രിപ്പറേഷൻ ഓഫ് എല്ലാവരും കൊണ്ടും നിങ്ങൾക്ക് അറിയാവുന്നത് എക്സ്പ്രസ് ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കറക്റ്റ് ഓർഡറിലാക്കണം. ഈ വീക്കെൻഡിലാവുമ്പോഴേക്കും നിങ്ങളുടെ അടുത്ത് നമുക്ക് ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടോ ഒരു 15 മിനിറ്റ് ഒക്കെ രാത്രി ഒരു 8:30 ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒന്നൊന്ന് കേട്ടോ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഒന്ന് വേഗം പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോകണം. പഠിച്ച് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി പോകും, നിങ്ങൾ കേൾക്കും കുഴപ്പമില്ല സാർ എടുക്കുന്നുണ്ട്, എടുക്കാനാണ് കേട്ടോ. ഓക്കെ, എനിക്ക് മാർക്കൊന്നും വരില്ല ആ രീതിയിലാണ്. ഗൗരി പറയാന്നല്ലേ? ഗൗരി വീഡിയോ ഓൺ ആക്കിയിട്ട് പറയണം കേട്ടോ. ഇതാ ഓൺലൈനില് വീഡിയോ ഓൺ ആക്കിയിട്ട് പറയണം കേട്ടോ. ഓക്കെ, വർത്താനം പറയരുത് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആള് പറയുന്നുണ്ട്. വീഡിയോ ഓൺ അല്ല, ഓഫാണ്. പറഞ്ഞു. സാൻമേസ്, ഫിംഗർസ്റ്റീൻ, സ്വാറ്റ്സ്, ഫ്രൂട്ട്സ് ഫിറ്റിക്, ഫെഡർക്രാഫ്റ്റ്, കോൾസ് റിയാക്ഷൻ, റൈമർ ടൈമൻ, വില്യംസൺ സിന്തസിസ്. ഓക്കെ ആണോ? ഇനി അതിന്റെ എന്തിട്ടു എന്തെന്നൊക്കെ നോക്കാൻ പറ്റുമല്ലോ അല്ലേ? ഒന്ന് പറഞ്ഞോ. അനിൽ ടു ക്ലോറോബെൻസിൻ. റിയാക്ഷൻ പറയണ്ട, അടുത്ത് പറഞ്ഞു. സോഡിയം ഹൈഡ്രൈഡ്. ഓക്കെ, റൈറ്റ് ആണ്. അടുത്തത് സ്വാട്സ്. മെറ്റാലിക് ഫ്ലൂറൈഡ് അല്ലേ? ഓക്കെ, AgF. അടുത്തത് റൂട്ട്സ്. സോഡിയം ആൻഡ് ട്രൈ ചെയ്തത് അല്ലേ? റൈറ്റ് ആണ്. അടുത്തത് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് സോഡിയം ട്രൈ ചെയ്തത്. ഓക്കെ, റൈറ്റ്. അടുത്തത് ഓക്കെ, ഏതായിരുന്നു ഫെൾഗ? ക്ലോറോബെൻസീൻ ടു റിയേജന്റ് പറ. റിയേജന്റ് ഏതായിട്ട്? വേണ്ട, കുഴപ്പമില്ല, അത് മതി. എന്തിട്ടു എന്തെന്ന് മതി. ഓക്കെ, റൈറ്റ് ആണ്. അത് കഴിഞ്ഞ പിന്നെ കോഡ്സ് എന്തായിരുന്നു? എന്തിട്ടു എന്ത്? എന്ത് കിട്ടും? ഇല്ല, ലാസ്റ്റത്തെ സാലിസിലിക് ആസിഡ് അല്ലെ? സാലിസിലിക് ആസിഡ്. റൈമർ ടൈമിന് എന്താ?
അപ്പൊ എന്താ കിട്ടുക ലാസ്റ്റ്? CHO അല്ലേ? ഓക്കെ. ദെൻ അടുത്തത് സോഡിയം ആൽക്കോക്സൈഡ് അല്ലേ? ഓക്കെ. ഗീവ്സ് എന്ത് കിട്ടും? ഈതർ അല്ലേ? ഈതർ. ഓക്കെ, റൈറ്റ് ആണ് കേട്ടോ. ഒരു ക്ലാപ്പ് കൊടുത്തേ. ഒരു 10 വരെയുള്ള പേരും പറഞ്ഞു, അതുപോലെ തന്നെ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട്. അപ്പോ നെക്സ്റ്റ് കേട്ടോ വെനസ്ഡേ ആകുമ്പോഴേക്കും ഫുൾ ഫിനിഷ് ആക്കണം കേട്ടോ. ഓക്കെ കേട്ടോ. ഉണ്ടോ പഠിച്ചു തീർക്കുന്ന ഉണ്ടോ? അപ്പൊ ഗുഡ് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവരും കേട്ടോ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ആദ്യം ആ ഓർഡർ ഒന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ എന്തെന്ന് പഠിക്കാം കേട്ടോ. ഇപ്പോഴും ഞാൻ പറയുന്നില്ല, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാം, ഒരു 10 പ്രാവശ്യം എഴുതി വളരെ ക്ലാരിറ്റിയിൽ പഠിക്കണം. ആ വേർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളതിന് ഒറ്റ സ്ട്രക്ചറിൽ കണ്ടന്റ് പഠിച്ചാൽ റിപ്പീറ്റേഷൻ കൂട്ടുക എന്നുള്ളതാണ്. ലാസ്റ്റ് എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഒന്ന് എഴുതി വരിക. അപ്പൊ നമുക്ക് അധികം ടയർഡ് വരാതെ അടുത്ത ഓരോരോ ഫ്രെയിമിലേക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാ കേട്ടോ. അപ്പോ ക്ലിയർ ആയിട്ട് ഓർഡറിൽ വരണം. എന്തായാലും എല്ലാവർക്കും കൊണ്ട് ഒന്ന് പറയിപ്പിക്കോട്ടെ. ആത്മാ ഒന്ന് റെഡി ആവണം. ആ പേര് കേട്ടോ, ആ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന പേരുകൾ കറക്റ്റ് ഓർഡറിൽ 10 കിട്ടണം. എന്തെന്ന് കിട്ടണം, അത്രേ ഉള്ളൂ മിനിമം കേട്ടോ. അപ്പൊ ഒരാള് ഫുള്ള് പറഞ്ഞു വന്നു. ദെൻ ക്രിസ് ഇപ്പൊ ഫുള്ള് കേട്ടോ പറയാന്ന് പറഞ്ഞേക്കാണ്. വെരി ഗുഡ്. വാ എറോ കിട്ടുന്നില്ലെങ്കിൽ നോക്കി, ഒരു കുഴപ്പമില്ല കേട്ടോ. അതിന്റെ അല്ല, അത് എല്ലാവർക്കും ഒന്ന് കേൾക്കാനും വേണ്ടിയിട്ടാണ്. Sandwich reaction, aniline on reaction with NaNO2 HCl 0 to 5 degrees Celsius gives benzene diazonium salt. N2Cl gives CuCl2 gives chlorobenzene. Finkelstein reaction, Rx plus NaI in presence of dry acetone gives Ri plus NaX. Schwarz reaction, Rx plus AgF in presence of dry acetone gives Rf plus NX. Phytic reaction, chlorobenzene on reaction with N2Na dry ether gives biphenyl or diphenyl. Woodphytic reaction, chlorobenzene plus chloromethane in presence of N2Na and dry ether gives toluene. Friedel-Crafts reaction, chlorobenzene in presence of CH3Cl and hydroCl3 gives 2-chlorotoluene and 4-chlorotoluene. Coles reaction, phenol on reaction with Coles reaction, phenol on reaction with NaOH CO2 HCl gives salicylic acid. Riemann reaction, phenol on reaction with chloroform CHCl3 plus NaOH in presence of HCl gives salicylic aldehyde. Williamson synthesis, RONA plus RX gives ROR. NX plus NX. Rosenman reduction. Benzoyl chloride, benzene COCl plus H2PDBaSO4 gives benzaldehyde.
Stephen reaction, RCN plus SnCl2 HCl gives CHO gives an intermediate imine, which on further hydrolysis gives aldehyde. Itard reaction. Toluene on reaction with CrO2 Cl2 in presence of CS2 gives benzaldehyde. Gutterman-Koch reaction. Benzene on reaction with CO, HCl and hydrous AlCl3 gives benzaldehyde. Clemmensen reduction. CH3CHO plus ZnHg HCl gives CH3CH3. Wolff-Kishner reduction. Wolff-Kishner reduction, CH3CHO aldehyde on reaction with imine NH2 in NH2 gives an intermediate, which on further treatment with KOH ethylene glycol gives further hydrocarbons. Aldol condensation. Ethanol on reaction with dilute alkali gives 2-hydroxy butanal, 2-hydroxy-butanal, which on further condensation gives alpha beta. Cannizzaro reaction. Methanol on treatment with concentrated alkali such as concentrated KOH gives methanoic acid and methanol. Methanol and methanoic acid. Potassium salt of methanoic acid. Cannizzaro decarboxylation. RCOONA plus NaOH CaO gives CH3COONA plus NaOH CaO gives CH4 Na2CO3. Helmholtz-Zelensky reaction. CH3COH CH2COH plus red phosphorus and Cl2 gives CHCl2COOH. Gabriel-Thalamide reaction. Thalamide on reaction with RX KOH gives NK. On further reaction with RX gives NR. On further reaction with NaOH gives ONA plus RNH2. Hofmann bromide degradation. RCONH2 plus bromine plus NaOH. Br2 plus NaOH gives RCH RNH2 plus Na2CO3 plus carbylamine reaction. Carbylamine reaction. RNH2 plus chloroform CHCl3 gives RNC. Isocyanate compound. KOH. Diazotization reaction. Aniline on reaction with NaNO2 HCl 0 to 5 degrees Celsius gives RN2Cl minus. Gutterman reaction. Benzene diazonium chloride N2Cl minus plus Cu HCl gives chlorobenzene. Gutterman reaction. The coupling reaction.
benzene disodium chloride and plus phenol gives benzene dye or orange dye. Orange dye. Orange dye. Aniline yellow dye. Correct. Sir. Sir. Can you, sir? Thank you. ഫുള്ള് പറഞ്ഞില്ലേ? ഇത് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഇത് ആരൊക്കെ എഴുതാതെ? സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പേര് കറക്റ്റ് ഓർഡറിൽ കേട്ടോ. 10 ഓർഡറിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അറിയാവുന്ന ഇക്വേഷൻസുകൾ ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. സ്റ്റാർട്ടിങ് പേര് മാത്രം. ഫസ്റ്റ് വൺ Sandmeyer's reaction, second one Fingerstein reaction, third one Schwarz reaction, fourth one Fingerstein reaction, Schwarz, പിന്നെ Williams synthesis reaction, പിന്നെന്താ Williams synthesis reaction, പിന്നെ Woods reaction, Woods-Fittig reaction, Friedel-Crafts reaction, then Kolb's reaction, Reimer-Timer reaction. So first one, Sandmeyer's reaction. Aniline in the presence of NaNO2 and HCl gives N2Cl. N2Cl in the presence of cuprous chloride gives cuprous chloride chlorobenzene. Then Schwarz reaction, Fingerstein reaction, Rx plus Na gives in dry acetone gives Ri plus NaX. പിന്നെ Schwarz reaction, Rx plus AgF gives Rx plus Rf plus AgX. പിന്നെ Schwarz reaction. Then Woods reaction, 2Rx plus NaX gives in dry ether gives Rr plus 2NaX. Woods-Fittig reaction, Rx plus Rx plus benzene ring, X plus 2Na gives benzene with R plus 2NaX. പിന്നെ Rx plus 2Na gives diphenyl plus 2NaX. Then Williams synthesis reaction, Rx plus ONA gives ROR plus 2NaX. പിന്നെ അടുത്ത ക്ലാസ്സിൽ കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അടുത്ത വരാൻ പറയാം. ഓക്കെ അയ്യോ സോറി. പറയാം. ആ പേര് മാത്രം പറഞ്ഞാൽ കേട്ടോ. പേര് പറയാം കേട്ടോ.
Sandmayer's reaction aniline convert to chlorobenzene. അപ്പോൾ ബെൻസിൻ്റെ മുകളിൽ NH2 അല്ല ആദ്യം പറയാം. Sandmayer's reaction, Finkelstein reaction, Schwarz reaction, Williams synthesis, and Wood's Fittig, and Fiddlecraft, പിന്നെ Cobbs, Riemann, Simon. Yeah. അപ്പോൾ സാൻമയേഴ്സ് ആകുമ്പോൾ ആനിലിൻ കൺവേർട്ട് ടു ക്ലോറോബെൻസീൻ, ബെൻസീൻ്റെ മുകളിൽ NH2, പിന്നെ NaNO2 HCl, which gives ബെൻസീൻ്റെ മുകളിൽ N2 plus and Cl minus, which gives Cu2 Cl2 which react ചെയ്യുമ്പോൾ ക്ലോറോബെൻസീൻ. And Finkelstein ആകുമ്പോൾ R minus X plus NaI give triacetone which react ചെയ്യുമ്പോൾ R gives Ri plus NaX, and Finkelstein reaction. In Schwarz reaction, R minus X plus AgF gives R minus F plus AgX. In Williams synthesis, ROR plus RONA gives ROR plus Na. പിന്നെ ഇനി വൂഡ്സ് അങ്ങനെ. ഇപ്പോൾ 2R minus X plus 2Na gives RR plus NaX, and 2R minus 2 2R കോപ്സ് ഞാൻ പറഞ്ഞു. Sandmayer's reaction. Sandmayer's reaction, aniline is treated with sodium nitrate in the presence of hydrochloric acid, and then we get benzene diazonium salt, and this is treated with copper chloride, and then we get chlorobenzene. Second one is Finkelstein reaction. Finkelstein reaction, RX is treated with sodium iodide in the presence of dry ether, and then we get Ri plus 2NaX, and then we have Schwarz reaction. Schwarz reaction, Rx is treated with AgF in the presence of dry acetone in the presence of and then we get Rf plus Agx, and then we have Friedel-Crafts acylation, Wood's reaction, it is Wood's reaction. In Wood's reaction, what is it? Wood's reaction. Rx plus Wood's reaction. Rx plus sodium. Rx is treated with sodium in the presence of dry ether. We get in the presence of RR plus NaX, and then we have Fittig reaction. In Fittig reaction, halobenzene is treated with sodium in the presence of dry ether, and then we get diphenyl plus 2NaX. Then we have Wood's Fittig reaction. In Wood's Fittig reaction, in Wood's Fittig reaction there is RX plus benzene, halobenzene plus sodium in the presence of dry ether. We get benzene ring at alkyl benzene plus 2NaX, and then we have Friedel-Crafts alkylation and acylation. In Friedel-Crafts alkylation, we have chlorobenzene is treated with CH3Cl in the presence of anhydrous aluminum chloride, and then we get ortho-para chlorotoluene.
Then we have alkylation. Alkylation is chlorobenzene is treated with CH3COCl in the presence of anhydrous aluminum chloride, and we get orthopara chloroacetophenol. And then we have Coles reaction. Coles reaction, phenol is treated with the sodium hydroxide, and then we get phenol. Phenol is treated with sodium hydroxide. We get sodium phenoxide. It is treated with carbon dioxide and H+, and then we get salicylic acid. Then Raymer-Tiemann reaction, phenol is treated with sodium hydroxide in the presence of chloroform, and then we get benzene ring attached with CHO and ONA. It is again treated with H+, and then we get salicylaldehyde. Then Williamson synthesis RX plus RONA, and react we get ether ROR plus NX. കേട്ടോ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ എടുത്തെടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറേ സമയമുണ്ട്. അപ്പം മെക്കാനിസം അങ്ങ് തുടങ്ങാം. മെക്കാനിസം ഒന്ന് പറഞ്ഞു നോക്കാം. ജസ്റ്റ് മെക്കാനിസത്തിൻ്റെ പേരുകൾ കറക്റ്റ് ഒന്ന് ഓർഡറിൽ എഴുതി വെച്ചാൽ എല്ലാവരും. മെക്കാനിസത്തിൻ്റെ പേര് കേട്ടോ, എല്ലാവരും എഴുതിക്കും. ആ പേര് എഴുതിയിരിക്കുന്ന ചാർട്ട് എവിടെ വെച്ചേക്കുന്നത്? ഇപ്പം നിങ്ങളുടെ കയ്യിലേക്ക് അതെ. ഈ പേന ആരെങ്കിലും ആണോ? അല്ല. പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് പേര് പറഞ്ഞു. ആൻ പറഞ്ഞു. ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞ ആൾക്കാർ, അടുത്ത ക്ലാസ്സിൽ ബാക്കി ആൾക്കാരെ കൊണ്ട് ആരാ പറഞ്ഞു? ആൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. പറഞ്ഞ 1 2 3 4 5 6 1 2 3 4 5 6. ബാക്കി ആൾക്കാരെ കൊണ്ട് അടുത്ത ക്ലാസ്സിൽ ആദ്യം അവരെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങൾക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല, അവരെ കൊണ്ടായിരിക്കും എന്ന് കരുതി വരാതിരിക്കരുത് കേട്ടോ, ദയവായിട്ട് കേട്ടോ. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ പാഠമാണ്. ഇനി ഇതിൽ പറഞ്ഞതിൽ പെർഫെക്ഷനായിട്ട് പറഞ്ഞ ആൾക്കാരുടെ ഏകദേശം എനിക്ക് അറിയാം, അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വെച്ച് ബാക്കി ആൾക്കാരെല്ലാവരും തന്നെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം ഇനി എന്തായാലും ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ഓർഡറിൽ 26 ഓർഡറിൽ കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഓർഡറിൽ പഠിച്ചു വെക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഏത് ചാപ്റ്റർ ആണെന്ന് അനലൈസ് ചെയ്തിട്ട് ബാക്കി കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർഡറിലാക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് മെക്കാനിസം തുടങ്ങി വെക്കാം. മെക്കാനിസവും അടുത്ത ക്ലാസ്സിലാവുമ്പോഴേക്കും വേണ്ട ഒരു കാര്യം ചെയ്യുക, ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് എഴുതാം. അങ്ങനെ അതാകുമ്പോൾ ഇന്ന് തീരും, 10 മിനിറ്റ് കൊണ്ട് തീരും കേട്ടോ. ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്, എല്ലാ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റും ഓർഡറിലാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അതും കൂടി പഠിച്ചിട്ട് വേണം കേട്ടോ. ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും എഴുതുക ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്. എല്ലാ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റും ഓർഡറിൽ എഴുതിയിട്ടേ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുള്ളൂ. ഫസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ്. ഫസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ്. എന്നിട്ട് താഴെ ലൂക്കാസ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളതാണ് ഡിസ്റ്റിങ്വിഷ് ഹൈഫൺ. ഡിസ്റ്റിങ്വിഷ് ഫുള്ളായിട്ട് എഴുതുക കേട്ടോ. ഡിസ്റ്റിങ്വിഷ് ഹൈഫൺ എന്തായിരിക്കും? നീ ഡീന്ന് എഴുതിയെന്ന് പറയും. ഹൈഫൺ എന്തായിരിക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്? ഓൾ അല്ല, പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആൽക്കഹോൾ കേട്ടോ. പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആൽക്കഹോൾ. അടുത്തത് റിയേജന്റ്. എന്തായിരുന്നു റിയേജന്റ്? വേഗം എഴുതണം കേട്ടോ, സമയമില്ല. റിയേജന്റ് എന്തായിരുന്നു? ZnCl2 പ്ലസ്
HCl. ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. HCl എങ്ങനെയാണ് ക്വസ്റ്റൻ എന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടിൻ്റെയും പറഞ്ഞുതരാം. ZnCl2 പ്ലസ് ZnCl2 ആണ്, സോറി, ZnCl2 പ്ലസ് HCl. അടുത്ത പ്രസിപ്പിറ്റേറ്റ്. എന്തായിരുന്നു പ്രസിപ്പിറ്റേറ്റ്? പ്രസിപ്പിറ്റേറ്റ് എന്തായിരുന്നു? ഓരോന്നായിട്ട് എഴുതേണ്ടി വരും കേട്ടോ, ഒന്ന് എഴുതി വെച്ചോ. ടെറിഷറി ആൽക്കഹോൾ പ്രസിപ്പിറ്റേറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, വേർഡിൽ എഴുതണം. പ്രൈമറി ആൽക്കഹോൾ, സോറി, ടെറിഷറി ആൽക്കഹോൾ. ടെറിഷറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ്. ടെറിഷറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ്. ടെറിഷറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ്. Tertiary alcohol react with Lucas reagent to form turbidity immediately. To form turbidity immediately. To form turbidity immediately. അടുത്ത ലൈനിൽ നെക്സ്റ്റ് സെക്കൻഡറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ് ടു ഫോം എന്ത് പറ്റും? ഓർമ്മയുള്ള ആൾക്കാർ പറഞ്ഞേ. ടെർബിഡിറ്റി ആഫ്റ്റർ 5 minutes. സെക്കൻഡറി ആൽക്കഹോൾ രണ്ടാമത്തെ ലൈനിൽ എഴുതി വെക്കാം. സെക്കൻഡറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ് ടു ഫോം ടെർബിഡിറ്റി ആഫ്റ്റർ 5 minutes. ലാസ്റ്റ് എന്തായിരിക്കും? പ്രൈമറി ആൽക്കഹോൾ ഡു നോട്ട് റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ് ഇൻ റൂം ടെമ്പറേച്ചർ. ആ വേർഡ് ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചർ. ഹീറ്റ് ചെയ്താൽ റിയാക്ഷൻ നടക്കും. ഡു നോട്ട് റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ് ഇൻ റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് എഴുതി വെക്കുക, ടോളറൻസ് ടെസ്റ്റ്. ടോളറൻസ് ടെസ്റ്റ് സെക്കൻഡ് ടെസ്റ്റ് ആണ് ടോളറൻസ് ടെസ്റ്റ്. എന്തായിരുന്നു ഡിസ്റ്റിങ്വിഷ് വരുന്നത്? ഓൾ ആൽഡിഹൈഡ്. ഡിസ്റ്റിങ്വിഷ് ഓൾ ആൽഡിഹൈഡ്. റിയേജന്റ്. റിയേജന്റ് എന്തായിരുന്നു? റിയേജന്റ് വേർഡിൽ എഴുതണം അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. റിയേജന്റ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. റിയേജന്റ് അമോണിക്കൽ ആണോ? റിയേജന്റ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. എന്ത് ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. ദെൻ അടുത്ത എന്തായിരുന്നു? പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ് എന്തായിരുന്നു? സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ് എന്തായിരുന്നു? സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ്. നെക്സ്റ്റ് ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, ഫെഹിലിംഗ് ടെസ്റ്റ്. ഫെഹിലിംഗ് ടെസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. ഡിസ്റ്റിങ്വിഷ് എന്തായിരുന്നു? ഓൾ ആൽഡിഹൈഡ് എക്സെപ്റ്റ് ബെൻസാൽഡിഹൈഡ്. ഓൾ ആൽഡിഹൈഡ് എക്സെപ്റ്റ് എന്തിനു പറ്റില്ല? ബെൻസീനുള്ള ആൽഡിഹൈഡിന് പറ്റില്ല. അരയിൽ അല്ലേ? ആലിഫാറ്റിക്കിനെല്ലാം പറ്റും അല്ലേ? ഓൾ ആൽഡിഹൈഡ് എക്സെപ്റ്റ് ബെൻസാൽഡിഹൈഡ്. ഓൾ ആൽഡിഹൈഡ് എക്സെപ്റ്റ് ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡിന് പറ്റില്ല എന്നാണ് കേട്ടോ. ഓക്കെ, ഓൾ ആൽഡിഹൈഡ് എക്സെപ്റ്റ് ബെൻസാൽഡിഹൈഡ്. റിയേജന്റ്. റിയേജന്റ്. റിയേജന്റിൽ ഓർത്ത് വെക്കുക രണ്ടെണ്ണം ഉണ്ട്. റിയേജന്റ് എ, സൊല്യൂഷൻ എ. സൊല്യൂഷൻ എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ CuSO4. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സൊല്യൂഷൻ ബി. സൊല്യൂഷൻ ബി രണ്ട് സൊല്യൂഷൻ ഇടണം കേട്ടോ. സൊല്യൂഷൻ ബി സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. TARTATE ടാർട്രേറ്റ് കേട്ടോ. ടാർട്രേറ്റ്. സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. ബ്രാക്കല് റോഷൽ സോൾട്ട്. ബ്രാക്കല് റോഷൽ സോൾട്ട്. അത് വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായി ഒരു പ്രാവശ്യം കേട്ടോ. വേഗം എടുക്കണം കേട്ടോ. തേർഡ് നമുക്ക് എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് വിടുള്ളൂ കേട്ടോ. തേർഡ് പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ് എന്തായിരുന്നു? റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ എഴുതണം നമുക്ക്. ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ശരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ നോക്കണം. ഇപ്പോൾ നമ്മൾ നെയിം റിയാക്ഷൻസ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ഓൺ സ്പോട്ട് അതിലെ ക്വസ്റ്റ്യൻസാണ്. പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. അവിടെയാണ് അതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യുന്നത്.
അപ്ലൈ ചെയ്യുന്ന പഠിച്ചാലേ മാർക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് പഠിച്ചു, എല്ലാം പഠിച്ചു, അതിന് ചോദ്യം ചോദിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാത്തിൻ്റെയും അതുപോലെ അപ്ലൈ ചെയ്യുന്നതും എങ്ങനെ ഓർഡറിൽ ആലോചിക്കാം, എങ്ങനെ കിട്ടും, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഈ ഫ്രെയിം 3 പഠിച്ചു കഴിഞ്ഞാൽ വൺ സ്പോട്ട് അതിലേക്ക് വരാം. ഇനി നെക്സ്റ്റ് അയഡോഫോം ടെസ്റ്റ്. അയഡോഫോം ടെസ്റ്റ് അയഡോഫോം ടെസ്റ്റ് അയഡോഫോം ടെസ്റ്റില് ഫസ്റ്റ് ഡിസ്റ്റിങ്വിഷ് CH3CO ഗ്രൂപ്പ്. ശ്രദ്ധിക്കുക, കീറ്റോൺ എവിടെ വന്നാലും C ഡബിൾ ബോണ്ടോ ഉണ്ടാവും അല്ലേ? അങ്ങനെ CH3C ഡബിൾ ബോണ്ടോ അത് വന്നാൽ മാത്രമേ എടുക്കുകയുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ CH3 CH2CO ഇങ്ങനെ വന്നാൽ എടുക്കില്ല. എങ്ങനെ തന്നെ വേണം? CH3CO. CH3CO ഗ്രൂപ്പ് എവിടെയൊക്കെ വരാം അതെല്ലാം നിങ്ങൾക്ക് ഓർത്തു വെക്കണം കേട്ടോ. അപ്പോൾ ഇതെന്താ? കീറ്റോൺ ആവാം അല്ലേ? പ്രൊപ്പനോൺ, പെൻഡൻ 2-on, ഹെക്സൻ 2-on. കണ്ടോ? 2-on വന്നാൽ അതെല്ലായിടത്തും എന്തായിരിക്കും അല്ലേ? അയഡോഫോം ടെസ്റ്റ് ആയിരിക്കും. ഇനി രണ്ടാമത് CH3C ഡബിൾ ബോണ്ടോ H എന്തായിരിക്കും? അത് ആൽഡിഹൈഡ്. CH3C ഡബിൾ ബോണ്ടോ OH എന്താണ്? കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ആൽഡിഹൈഡിൽ വരാം, കാർബോക്സിലിക്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റിലെ ഏറ്റവും കിങ് ആരാണെന്ന് വെച്ചാൽ ഇതാണ്. പല രീതിയിൽ ചോദിക്കും അവർ. ഇപ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ് പഠിച്ചേക്കുന്ന കുട്ടികളുടെ അടുത്ത് അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇതായിരിക്കും: എത്തനോൾ ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ് എന്തായിരിക്കും? എത്തനോയിക് ആസിഡ് ആൻഡ് പ്രൊപ്പനോയിക്. രണ്ടിലും കാർബോക്സിലിക് ആസിഡ് സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ് കിട്ടും, പക്ഷേ അതിൽ അയഡോഫോമാണ്. കണ്ടോ? അപ്പോൾ അയഡോഫോം പല രീതിയിൽ ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്. എത്തനോയിക് ആസിഡ് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. കാരണം എന്താ? CH3C ഡബിൾ ബോണ്ട് അവിടെ അല്ലേ ഉള്ളൂ. എത്തനോയിക് ആസിഡിന് മാത്രമേ പറ്റുള്ളൂ. പ്രൊപ്പനോയിക്കിന് പറ്റുമോ? ഇല്ല. CH3 കഴിഞ്ഞിട്ട് C ഡബിൾ ബോണ്ടോ അങ്ങനെ വേണം. അതിനാണ് വിതയ്ക്കുന്നത്. അതുകൊണ്ടാണ് CH3CO ഗ്രൂപ്പ് എന്ന് എഴുതുന്നത്. അപ്പോൾ CH3CO ഗ്രൂപ്പ് എന്ന് എഴുതുമ്പോൾ വൈഡ് റേഞ്ച് ഓഫ് കോമ്പൗണ്ടുകളിലേക്ക് അത് പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് നോക്കാം. CH3CO ഗ്രൂപ്പിനാണ് എന്ന് പറഞ്ഞാൽ CH3CO ഗ്രൂപ്പ് എവിടെയൊക്കെ വരാം? ആൽഡിഹൈഡ് വരാം, കാർബോക്സിലിക് ആസിഡ് വരാം, കീറ്റോൺ വരാം. രണ്ടാമത്തത് CH3CHOH ഗ്രൂപ്പ്. ഇവിടെയും ശ്രദ്ധിക്കാം, ഒരു CH3 കഴിഞ്ഞിട്ട് അടുത്ത കാർബൺ ആറ്റത്തിൽ ഒരു OH എന്ന് പറഞ്ഞാൽ പെൻഡൻ 2-ol. CH3CHOH അല്ലേ? പെൻഡൻ 3-olന് പറ്റുമോ? ഇല്ല. പെൻഡൻ 2-olന് പറ്റും. ഉണ്ടോ? 2-ol അതിന് പറ്റും, പെൻഡൻ 3-olന് പറ്റില്ല. അങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്വിഷ് CH3CO ഗ്രൂപ്പ് ആൻഡ് CH3CHOH കേട്ടോ. ഡിസ്റ്റിങ്വിഷൻ അവിടെ രണ്ടെണ്ണം എഴുതി വെക്കാം. ഇനി ചോദിച്ചു അങ്ങനെ 2 എല്ലാം വരുന്നത് 2-ൽ വരുന്ന ആൾക്കാർക്ക് മാത്രം എന്ത് പറ്റുള്ളൂ? അയഡോഫോം കേട്ടോ. ഓക്കെ, 2-ol 2-on ഉണ്ടോ? ഓക്കെ, 2-oic ഉണ്ടോ? 2-oic അല്ല, ഓയിക്ക് ഫസ്റ്റിൽ അവിടെയല്ലേ വരുള്ളൂ. അപ്പോൾ CH3COH എന്ന് എന്നെ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി റിയേജന്റ് എഴുതി വെക്കുക. റിയേജന്റ് ഏതായിരുന്നു? NaOH പ്ലസ് I2. ഇതിനെ ജനറൽ ആയിട്ട് എന്താ വിളിക്കുക? NaOI. ഇങ്ങനെയാണ് മിക്കപ്പോഴും തരാറ് കേട്ടോ. ഓക്കെ, NaOI. ദെൻ പ്രസിപ്പിറ്റേറ്റ്. എന്തായിരുന്നു പ്രസിപ്പിറ്റേറ്റ്? യെല്ലോ അല്ലേ? യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. യെല്ലോ കിട്ടുന്നത് CHI3 ആണ്. ഇതിന്റെ പേരെന്തായിരിക്കും? CHI3 അയഡോഫോം. അപ്പൊ ക്ലോറോഫോം ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ NaOH പ്ലസ് Cl2 ഇട്ടാൽ എന്ത് കിട്ടും? ക്ലോറോഫോം. ബ്രോമോഫോം എങ്ങനെ ഉണ്ടാക്കും? NaOH പ്ലസ് Br2 കേട്ടോ. അപ്പൊ ഇത് വേണമെങ്കിൽ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുണ്ട്. ബ്രോമോഫോം എന്ന് പറയുമ്പോൾ നമ്മളിത് കണ്ടോ, CH3COH അല്ലെങ്കിൽ CH3COCH3 അതിലേക്കൊക്കെ ഇതിട്ട് കഴിഞ്ഞ് ഇത് കിട്ടും എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. കൺവേർഷൻ അവിടെ കയറി വരും അത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ദെൻ തേർഡ് കഴിഞ്ഞു ഫോർത്ത്, അടുത്ത ഹെഡിങ്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് എന്തായിരുന്നു? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കേട്ടോ. യെല്ലോ കിട്ടുന്ന കളർ CHI3 ആണ്. ആ ഇക്വേഷൻ എഴുതുമ്പോൾ കിട്ടിയാലും മതി യെല്ലോ. ഫോർത്ത് എന്തായിരുന്നു? ഫിഫ്ത്ത് ആണല്ലേ? ഓക്കെ, ഫിഫ്ത്ത് ഏതായിരുന്നു? ഫിഫ്ത്ത് ഏതൊക്കെ എഴുതി? ലൂക്കാസ് എഴുതി. ടോളൻസ്, ഫെയിലിങ്സ്, അയഡോഫോം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഫ്ത്തില് സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. ഫിഫ്ത്ത് സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. അതിൽ ഡിസ്റ്റിങ്വിഷ് ഓൾ കാർബോക്സിലിക് ആസിഡ് കേട്ടോ. എല്ലാ ടൈപ്പ് ഓഫ് COH വന്നാലും ഓൾ കാർബോക്സിലിക് ആസിഡ്
ഓൾ കാർബോക്സിലിക് ആസിഡ്, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ദെൻ റിയേജന്റ് NaHCO3, സോഡിയം ബൈകാർബണേറ്റ്, NaHCO3. കൊക്കോളയിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളമായിട്ട് ഇങ്ങനെ പൊന്തി പോകാൻ ഇതൊക്കെ കണ്ടിട്ടില്ലേ, വീഡിയോസ് കണ്ടിട്ടില്ലേ? ഓക്കെ, അത് തന്നെ കേട്ടോ. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചേക്കുന്നതാണ്. ബേക്കിംഗ് സോഡ ഉണ്ടോ, ബേക്കിംഗ് സോഡ NaHCO3. ആ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഇങ്ങനെ അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പോൾ അതാണ് പ്രസിപ്പിറ്റേറ്റ് എഴുതിയേ അല്ലേ. നമ്മൾ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ എന്താണ്? സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഡാഷ് ആസിഡ് ആണ്. എന്താണ്? കാർബോണിക് ആസിഡ്. കണ്ടോ, കിട്ടി. കാർബോണിക് ആസിഡ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കാർബോണിക് ആസിഡ് ആണ്. അതിലേക്ക് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബ്രിസ്ക് എഫറൻസ് വരും അല്ലേ. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് എഴുതി വെക്കുക, ബ്രിസ്ക് എഫറൻസ് ഓഫ് CO2. ബബിൾസ് ഇങ്ങനെ വന്നില്ലേ, അത്. അടുത്ത ടെസ്റ്റ് 6th നമുക്ക് ഹിൻസ്ബർഗ് ടെസ്റ്റ്. 6th ഹിൻസ്ബർഗ് ടെസ്റ്റ് കേട്ടോ. ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഡിസ്റ്റിങ്വിഷ് വേഗം പറഞ്ഞേ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻ. ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻ. Distinguish primary, secondary, tertiary amine. Then reagent benzene sulfonyl chloride. Reagent benzene sulfonyl chloride. അല്ലേ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന റിയേജന്റ് അല്ലേ, കുറെ ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. SO2Cl കണ്ടോ, ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് ആണ്. ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. ഇതാണ് സ്ട്രക്ചർ അല്ലേ, പിക്ചറൊക്കെ ഉണ്ട്. ദെൻ പ്രസിപ്പിറ്റേറ്റ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ട് അല്ലേ. പ്രസിപ്പിറ്റേറ്റ് അവിടെ ആദ്യം എഴുതി വെക്കുക. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് പ്രസിപ്പിറ്റേറ്റിന്റെ അവിടെ എഴുതുക കേട്ടോ. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. Primary amine react with benzene sulfonyl chloride to form primary amine react with benzene sulfonyl chloride to form precipitate. Soluble in alkali. Soluble in alkali. സെക്കൻഡ് എഴുതാ. അടുത്തത് എന്തായിരുന്നു? സെക്കൻഡറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് ടു ഫോം പ്രസിപ്പിറ്റേറ്റ്. സെക്കൻഡറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് ടു ഫോം പ്രസിപ്പിറ്റേറ്റ്. എന്തായിരിക്കും പറഞ്ഞേ? ഇൻസോലുബിൾ ഇൻ ആൽക്കലി. കണ്ടോ, അവിടത്തേക്ക് പഠിച്ചിട്ടുണ്ട്. ഇൻസോലുബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് എഴുതിയോ. ടു ഫോം പ്രസിപ്പിറ്റേറ്റ് എന്ത് വരും? ഇൻസോലുബിൾ ഇൻ ആൽക്കലി. ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ആണ്. ബേസിൽ എന്താവില്ല? ഇൻസോലുബിൾ ആവില്ല. ഇനി പ്രൈമറി എന്തായിരിക്കും? ടെറിഷറി ഡു നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ്. ഇപ്പൊ എത്രേ? 6. 7 എഴുതിക്കോ. 7 ഫിനോളിന്റെ ടെസ്റ്റ് ആണ്. എന്തായിരിക്കും ഫിനോളിന്റെ കേട്ടോ? FeCl3 ടെസ്റ്റ്. അത് നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുന്നതാണ്. FeCl3 ടെസ്റ്റ് കേട്ടോ. FeCl3 ടെസ്റ്റ് ചിലപ്പോൾ ഫിനോളിൽ മാത്രം വരുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അണ്ടർലൈൻ ചെയ്യുക, അവിടെ എഴുതി വെക്കുക. ഫസ്റ്റ് പോയിന്റ് ഡിസ്റ്റിങ്വിഷ് ഫിനോൾ ആണ്. റിയേജന്റ് FeCl3 ഡിസ്റ്റിങ്വിഷ് -ഫിനോൾ. അടുത്ത് റിയേജന്റ് ഹൈഫൺ എന്തെഴുതണം? FeCl3 കേട്ടോ. റിയേജന്റ് FeCl3 തന്നെയാണ്. ന്യൂട്രൽ FeCl3 എന്ന് എഴുതി വെക്കണമെങ്കിൽ കുഴപ്പമില്ല.
അടുത്തത് പ്രസിപ്പിറ്റേറ്റ്. എന്തായിരിക്കും? വയലറ്റ് പ്രസിപ്പിറ്റേറ്റ്. വയലറ്റ് പ്രസിപ്പിറ്റേറ്റ്. വയലറ്റ് പ്രസിപ്പിറ്റേറ്റ്. നെക്സ്റ്റ് 7th. 8 അല്ലേ? 7 കഴിഞ്ഞു. 8 അസോഡൈറ്റസ്റ്റ്. അസോഡൈറ്റസ്റ്റ്. AZO. അസോഡൈറ്റസ്റ്റ്. അസോഡൈറ്റസ്റ്റ്. ഫസ്റ്റ് നമുക്ക് അനലിൻ്റെ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ഹൈഫൺ അനലിൻ ആൻഡ് ഫിനോൾ. ഡിസ്റ്റിങ്വിഷ് ഹൈഫൺ അനലിൻ ആൻഡ് ഫിനോൾ. അനലിൻ ആൻഡ് ഫിനോൾ. റിയേജന്റ്. റിയേജന്റ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്. C6H5N2+ and Cl-. Then precipitate. കേട്ടോ, റിയേജന്റ് എന്താ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. Then precipitate. അവിടെ എഴുതണം അനലിൻ റിയാക്ട് വിത്ത് ഡയസോണിയം ക്ലോറൈഡ് ടു ഫോം ഡാഷ് precipitate. എന്തായിരിക്കും? യെല്ലോ precipitate. അനലിൻ ചെയ്തു അല്ലേ? ആണോ? ഉണ്ടോ? വെരി ഗുഡ്. അനലിൻ റിയാക്ട് വിത്ത് ഡയസോണിയം ക്ലോറൈഡ് ടു ഫോം എന്തായിരിക്കും? യെല്ലോ ഡൈ. കേട്ടോ, ഓക്കെ, വെരി ഗുഡ്. യെല്ലോ ഡൈ. അടുത്ത് എഴുതി വെക്കുക. ഫിനോൾ റിയാക്ട് വിത്ത് ഡയസോണിയം ക്ലോറൈഡ് ടു ഫോം എന്തായിരുന്നു? ഓറഞ്ച് ഡൈ. ടു ഫോം ഓറഞ്ച് ഡൈ. ഓറഞ്ച് ഡൈ കേട്ടോ. അതെ, ഒരു പ്രൊജക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നതിൽ നല്ല ഭംഗിയായിട്ട് കളർ കിട്ടുന്നുണ്ട് അല്ലേ? ആദ്യത്തെ ഓറഞ്ച് അല്ലേ ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ ഞാൻ കണ്ട ഓറഞ്ചിൻ്റെ കളർ ഇങ്ങനെയല്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അല്ല കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതാണ് നമുക്ക് ഏകദേശം ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കരമായിട്ടുള്ളതല്ല, ഒരു സ്ലൈറ്റായിട്ട് ഓറഞ്ചിൻ്റെ കളറിലേക്ക് വന്നാൽ അത് കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഭയങ്കര എക്സാക്റ്റ് കളർ കിട്ടാത്തതിൻ്റെ കാരണം നമുക്ക് തരുന്ന റിയേജൻറ്റുകളിൽ വരുന്ന കോൺസെൻട്രേഷൻ്റെ ചേഞ്ചും ഒക്കെ കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല കേട്ടോ. കറക്റ്റ് എമൗണ്ടൊക്കെ ആഡ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡിസ്റ്റിങ്വിഷൻ. അടുത്ത ക്ലാസ്സിൽ ഇതും കൂടി പഠിച്ചു നോക്കണം. എന്നിട്ട് നമ്മൾ പ്ലാൻ എന്ന് പറയാം. നമുക്ക് ഈ 3 കണ്ടന്റ് ഏകദേശം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫാക്ട് വെച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ബോർഡ് എക്സാമിന് ചോദിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ നമ്മൾ എന്ത് പഠിച്ചോ അത് വെച്ച് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവർ വന്നിട്ടുണ്ട് അങ്ങനെ കണ്ടെത്താൻ പറ്റണം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും കേട്ടോ, എനിക്ക് 26 പേര് കറക്റ്റ് ഓർഡറിൽ കിട്ടാൻ വേണം. ഇതിൻ്റെ ഇത്രയും ടെസ്റ്റുകളുടെ പേരും കറക്റ്റ് കേട്ടോ. ഇത് പിന്നെ ഈസി ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉള്ളതാണ് കേട്ടോ. ഇതും കൂടി പഠിച്ചിട്ട് തന്നെ കേട്ടോ. മൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇറങ്ങി.